പക്ഷെ മോസ്റ്റ്ലി നമുക്ക് AI/ML നമ്മുടെ ലൈഫിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു, അതില് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആൻഡ് ദെൻ നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഒത്തിരി ക്വസ്റ്റ്യൻസ് കാണും. ഇപ്പം ഒരു 2022 തൊട്ട് ChatGPT ഇറങ്ങിയ സമയം തൊട്ട് AI അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എല്ലാവരും ഭയങ്കര പോപ്പുലർ ആയിട്ട് കേൾക്കുന്ന ഒരു വാക്കാണ്. ഒത്തിരി ഇന്നോവേഷൻസ് അതിൽ വരുന്നു, ന്യൂസ് ഹെഡ്ലൈൻസ് സ്ഥിരം. അപ്പം ആഹ് ഈ ഒരു ടോപ്പിക്കില് നമുക്ക് ആഹ് ഒരു ബേസിക് അവയർനെസ് AI നമുക്ക് എങ്ങനെ ബിൽഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഈ സമയത്ത് ആസ് AI ഒത്തിരി ഇന്നോവേഷൻസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെയുള്ള കുറച്ച് പോയിന്റ്സ് ആയിരിക്കും ഞാൻ ഈ സെഷനിൽ പുട്ട് ഫോർത്ത് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവുക. ആൻഡ് ദെൻ ഇത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ സിൻസ് ഐ ഗോട്ട് എ ചാൻസ് ടു സ്പീക്ക് അബൌട്ട് ഇറ്റ് ഐ കുഡന്റ് സേ നോ. ആൻഡ് താങ്ക് യു ഫോർ ഗിർജ മാം ആൻഡ് ഹാപ്പിനെസ് ഹബ് ഫോർ ഗിവിംഗ് മീ ദിസ് ഓപ്പർച്യൂണിറ്റി. അപ്പോ ഞാൻ എന്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. സ്ക്രീൻ കാണുന്നുണ്ടോ മാം? Yes. Yes. ഓക്കെ ഓക്കെ, താങ്ക് യു. യെസ്, ഓൾറൈറ്റ്. യെസ്, സോ നമ്മുടെ സെഷൻ ടൈറ്റിൽ ആസ് ഐ ടോൾഡ് ഇസ് കീപ്പിംഗ് അപ്പ് വിത്ത് AI ഫ്രം ഹൈപ്പ് ടു റിയാലിറ്റി. നമ്മൾ ഒത്തിരി ഹൈപ്പ് നമ്മുടെ ചുറ്റും കേൾക്കുന്നുണ്ട് ഇൻ ഫോം ഓഫ് ന്യൂസ്, കുറെ കാര്യങ്ങൾ. വെൻ വി ലുക്ക് അറ്റ് ഓൾ ദ ടെക് കമ്പനീസ്, എല്ലാവരും എന്തെങ്കിലും AI റിലേറ്റഡ് സാധനങ്ങൾ ചെയ്യുന്നുണ്ട്. നോട്ട് ജസ്റ്റ് ടെക്, എല്ലാ ഫീൽഡിലും അത് തന്നെ. ഇപ്പം ഗൂഗിൾ ഹാസ് ഇന്റഗ്രേറ്റഡ് ഒരു AI സെർച്ച്, അല്ലെ? ഇപ്പൊ നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നമുക്കൊരു AI ഓവർവ്യൂ കിട്ടുന്നു. നമ്മുടെ പണി എളുപ്പമാക്കാനായിട്ട് ഒരു സമ്മറി, നമുക്ക് വേണ്ട ആൻസർ എല്ലാ വെബ്സൈറ്റിൽ നിന്നും എടുത്ത് അതിന്റെ ഒരു സമ്മറി നമുക്ക് തരും. അതേപോലെ നമ്മുടെ ലാപ്ടോപ്സിലാണെങ്കിൽ കോ പൈലറ്റ് കാണും, വാട്സാപ്പിൽ മെറ്റ AI ഉണ്ട്, ഈവൻ സൂമിലും വി ഹാവ് എൻ AI അസിസ്റ്റന്റ്. സോ എല്ലായിടത്തും ഒരു AI അസിസ്റ്റൻസ് വരുന്നു. ChatGPT ഇത്ര പോപ്പുലർ ആവുന്നു, ജെമിനൈ, ക്ലൗഡ്, അതൊക്കെ വെച്ച് ഇപ്പം കുറെ അപ്ഗ്രേഡ്സ് വരുന്നുണ്ട്, അല്ലെ? എല്ലാവരും ലേറ്റസ്റ്റ് ട്രെൻഡ്സ് എന്തൊക്കെയാണ് AI-ല്? ഇഫ് സമൺ കൻ റെസ്പോണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ AI ഉപയോഗിച്ച് കുറെ കാര്യങ്ങൾ കാണുന്നുണ്ട്, അല്ലെ? ഇമേജ് ക്രിയേഷൻ, ഐ ഹോപ്പ് എല്ലാവരും അത് കണ്ടിട്ടുണ്ടാവും, അല്ലെ? ജെമിനൈ ഉപയോഗിച്ച് ഇമേജ് ക്രിയേഷൻ, ഇമേജ് ജനറേഷൻ ആയിരുന്നു ലേറ്റസ്റ്റ് ട്രെൻഡ്, അല്ലെ? എല്ലാവരും പഴയ ഫോട്ടോസും പുതിയ ഫോട്ടോസും ഒക്കെ വെച്ച് പുതിയ ഇമേജസ് ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം ഇതിന്റെ പുറകിലുള്ള ടെക്നോളജി എന്താണെന്നതിനെ പറ്റി ഒരു വളരെ ബ്രീഫ് സർഫേസ് ലെവൽ കാര്യം നമ്മൾ പറയുന്നതായിരിക്കും. ആൻഡ് വാട്ട് വി കൻ ഡു ടു ബി സേഫ് വിത്ത് AI, റൈറ്റ്? യെസ്. സോ ഹൗ ലോങ് ഹാസ് AI ബീൻ അറൌണ്ട്? AI വന്നിട്ട്, അല്ലെങ്കിൽ AI എന്ന് പറഞ്ഞ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ടായിട്ട് ഒരു എത്ര നാളായി കാണും? എനി ഗസസ്? ഏത് വർഷമായിരിക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നിട്ടുണ്ടാവുക? ആർക്കെങ്കിലും ആൻസേഴ്സ് പറയാൻ പറ്റുമെങ്കിൽ നല്ലായിരുന്നു. I think Any it's guesses? for Yeah. almost years, but it became popular only in the last 2-3 years. Yeah, yes. Correct. Thank you, sir. AI has been around for quite some time. നമ്മൾ വിചാരിക്കുന്നതിലും പണ്ട് തന്നെ ഉണ്ടായിരുന്ന ഒരു സംഭവമാണ് AI. പക്ഷെ ChatGPTയുടെ റിലീസോടെ, അതായത് 2022-ലാണ് AI നമ്മൾ ഇത്രയും ഫ്രീക്വന്റ് ആയിട്ട് കേൾക്കാൻ തുടങ്ങിയത്, അല്ലെ? അതിനു മുന്നേ തന്നെ ഗൂഗിൾ സെർച്ചിൽ ഇന്റഗ്രേറ്റഡ് ആയിരുന്നു, നമുക്ക് ബെസ്റ്റ് വെബ്സൈറ്റ്സ് കാണിച്ചു തരാനായിട്ട്. അതുപോലെ തന്നെ ഗൂഗിൾ മാപ്സിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ട്. പിന്നെ നമ്മൾ വോയിസ് സെർച്ച് ചെയ്യുമല്ലോ, അതായത് നമ്മൾ വോയിസ് ടു സ്പീച്ച് ടു ടെക്സ്റ്റ് കൺവേർഷൻ, ആ ഒരു ഇത് നടക്കുമ്പം അതിലും ഒത്തിരി AI യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ അറിയാതെ പല ആപ്ലിക്കേഷൻസിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ടായിരുന്നു. ലൈക്ക് ഈവൻ യൂട്യൂബ് ഓർ നമ്മൾ എന്തെങ്കിലും സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസിൽ ഒരു സിനിമയോ വീഡിയോ ഒക്കെ കാണാൻ എടുക്കുമ്പം സിമിലർ വീഡിയോസ് നമുക്ക് റെക്കമെൻഡഡ് ആയിട്ട് വരും, അല്ലെ? ഇതിലൊക്കെ നമ്മൾ AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒത്തിരി ഇൻവോൾവ് ആണ്. പക്ഷെ ഇത് പോപ്പുലർ ആയത്, AI എന്ന് പറഞ്ഞ ടേം പോപ്പുലർ ആയത് വിത്ത് ദ കമ്മിങ് ഓഫ് ChatGPT. ആക്ച്വലി ദ ഫസ്റ്റ് ഫോം ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് 1950s ഉണ്ടായിരുന്നത്. ഓക്കെ, കുറെ നാൾ മുന്നേ, അല്ലെ? 1950s പെർസെപ്ട്രോൺ എന്ന് പറഞ്ഞൊരു അൽഗോരിതം അവര് കുറച്ച് സയന്റിസ്റ്റ് ഇൻവെന്റ് ചെയ്തു. സോ ഈ അൽഗോരിതത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല്, സോ ബേസിക്കലി അത്രയും നാളും നമ്മള് കമ്പ്യൂട്ടറിനെ കൊണ്ട് ഒരു കാര്യം ചെയ്യിപ്പിക്കണമെങ്കിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ബ്രേക്ക് ഡൗൺ ചെയ്ത്
ഭയങ്കര സിമ്പിൾ ആയിട്ട് നമ്മൾ സ്റ്റെപ്സ് ആയിട്ട് പറഞ്ഞു കൊടുക്കണം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ കോഡിംഗ് എന്നൊക്കെ പറയുന്നത്. ഒരു ടാസ്കിനെ നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് എല്ലാം പറഞ്ഞു കൊടുത്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒരു കുഞ്ഞു കുട്ടീനെ പഠിപ്പിക്കുന്ന പോലെ എല്ലാം ഇരുത്തി പഠിപ്പിച്ച് ഓരോ സ്റ്റെപ്പും പറഞ്ഞു കൊടുക്കണം. അതാണ് പ്രോഗ്രാമിംഗ്. അപ്പം ഇത് നമ്മള് മനുഷ്യർ ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രോഗ്രാമേഴ്സ് ചെയ്തു കൊടുക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഈ പെർസെപ്ട്രോൺ അൽഗോരിതത്തിന്റെ കേസിൽ ഇതിന് കംപ്ലീറ്റ്ലി പ്രോഗ്രാം ചെയ്യാതെ ആ അൽഗോരിതത്തിന് തന്നെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അതായത് അത് ചെയ്തത് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനത്തെ സിമ്പിൾ ടാസ്ക് ആയിരിക്കും. കുറെ ഇമേജസ് നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുത്തു ആൻഡ് അതിന്റെ ഔട്ട്പുട്ടിൽ അത് പറയും അതിലൊരു ആ ഇമേജിൽ ഒരു സർക്കിൾ ഉണ്ടോ ഇല്ലയോ, ഓക്കെ, വെദർ ഇറ്റ് കണ്ടെയ്ൻസ് എ സർക്കിൾ ഓർ നോട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഷേപ്പ്. ഇത്രയും ഒരു ചെറിയ കാര്യം ചെയ്തുകൊണ്ടിരുന്നത്, വെദർ എൻ ഇമേജ് ഹാസ് എ സർക്കിൾ ഓർ നോട്ട്, അല്ലെങ്കിൽ വെദർ എൻ ഇമേജ് ഹാസ് എ സർട്ടൻ ഷേപ്പ്. ഇതായിരുന്നു ഈ പെർസെപ്ട്രോൺ അൽഗോരിതം ചെയ്തുകൊണ്ടിരുന്ന കാര്യം. പക്ഷേ ദ സ്പെഷ്യൽ തിങ് അബൌട്ട് ദിസ് വാസ് we did not tell the computer how a circle looked. We did not tell that circle എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും എന്നൊരു ഡെഫിനിഷൻ നമ്മൾ കൊടുത്തില്ല. പകരം what the scientist did was input ആയിട്ട് we gave the images. അപ്പോൾ സർക്കിൾ ഉള്ള കുറെ ഇമേജസും സർക്കിൾ ഇല്ലാത്ത കുറെ ഇമേജസും കൊടുത്തിട്ട് this thing, the machine തന്നെ പഠിച്ചെടുത്തു that സർക്കിൾ എങ്ങനെ ഇരിക്കും എന്നുള്ളത്. ഓക്കെ, സോ ദാറ്റ് വാസ് എ വെരി ഫസ്റ്റ് സ്റ്റെപ്പ് ടുവേർഡ്സ് മെഷീൻ ലേണിംഗ്. അതായത് നമ്മൾ പറഞ്ഞു കൊടുക്കാതെ ഒരു കാര്യം അത് തന്നെ മനസ്സിലാക്കിയെടുത്തു. അപ്പം ഈ സമയത്ത് ഈ പെർസെപ്ട്രോൺ അൽഗോരിതം വന്ന സമയത്ത് സംഭവം ഭയങ്കര സിമ്പിൾ ആയിരുന്നു. ഇത് നമ്മുടെ ബ്രെയിനിലെ ഒരു ന്യൂറോൺ എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അതിനെ മിമിക് ചെയ്ത് ചെയ്യാൻ നോക്കിയതാണ് ഈ പെർസെപ്ട്രോൺ അൽഗോരിതം. ആൻഡ് അത് ഒരു പരിധി വരെ സക്സസ്ഫുൾ ആയിരുന്നു. പക്ഷെ അപ്പം ആൾക്കാര് എന്ത് വിചാരിച്ചു, ഇപ്പൊ അന്നത്തെ ഭയങ്കര ഹെഡ്ലൈൻസ് ഒക്കെ ഉണ്ട്, ദാറ്റ് റോബോട്ട്സ് ആർ ഗോയിങ് ടു ടേക്ക് ഓവർ ദ വേൾഡ്, അല്ലെങ്കിൽ AI കാരണം നമ്മുടെ ലോകം മൊത്തം മാറാൻ പോവാണ്, ജോലികളൊക്കെ പോവാൻ പോവാണ്, ഇങ്ങനെയുള്ള ഒരു വാർത്ത അന്നും വന്നു. പക്ഷെ അന്ന് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത് ഒരു സിമ്പിൾ അൽഗോരിതം ആയിരുന്നു. ജസ്റ്റ് ഒരു സാധനത്തില് ഒരു ഷേപ്പ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു വളരെ സിമ്പിൾ സാധനം. പക്ഷെ അന്ന് അതിന് ഭയങ്കര ഹൈപ്പായിരുന്നു. അന്ന് ഇത് സക്സസ്ഫുൾ ആകാഞ്ഞതിന്റെ കാര്യം മെയിൻലി 2 റീസൺസ് ഉണ്ടായിരുന്നു. ഒന്ന് വാസ് ഹാർഡ്വെയർ. അതായത് അന്ന് നമുക്ക് ഉണ്ടായിരുന്ന കമ്പ്യൂട്ടേഴ്സ്, ആ സമയത്തെ കമ്പ്യൂട്ടേഴ്സ് ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നു. ഒരു സിമ്പിൾ കമ്പ്യൂട്ടർ, ഇന്ന് നമ്മുടെ അടുത്ത് ഒരു ലാപ്ടോപ്പ് കാണും അല്ലെങ്കിൽ ഒരു ഡെസ്ക്ടോപ്പ് കാണും, ഈവൻ നമ്മുടെ മൊബൈൽ ഫോൺസ് ഒക്കെ പവർഫുൾ കമ്പ്യൂട്ടേഴ്സ് ആണ് ആക്ച്വലി. പക്ഷെ അന്നത്തെ ഒരു സിമ്പിൾ ഒരു അഡിഷനോ സബ്ട്രാക്ഷനോ ഒക്കെ ചെയ്യാൻ വേണ്ടി ഒരു റൂമോ അല്ലെങ്കിൽ ഒരു വലിയ ബിൽഡിംഗ് നിറച്ചു വെച്ചിരുന്ന കമ്പ്യൂട്ടേഴ്സ് ആണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ 1950s നമ്മുടെ ഈ സിമ്പിൾ പെർസെപ്ട്രോൺ അൽഗോരിതം വന്ന സമയത്ത് നമുക്ക് അതിനുള്ള ഇപ്പോൾ ഉള്ള അത്ര അഡ്വാൻസ്ഡ് ഹാർഡ്വെയർ ഒന്നും ഇല്ലായിരുന്നു. ഇതുപോലത്തെ പഴയ കമ്പ്യൂട്ടേഴ്സ് ആയിരുന്നു നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നത്. ആൻഡ് അത് മാത്രമല്ല, നമുക്ക് ഇന്റർനെറ്റ് ഒന്നും അന്ന് അത്ര പോപ്പുലർ ആയിരുന്നു. അപ്പൊ ഇന്റർനെറ്റിന്റെ ഇപ്പൊ ഇന്ന് ഇന്റർനെറ്റ് ഉള്ളതുകൊണ്ടാണ് ഡേറ്റ ഇത്രയും ഫ്രീലി അവൈലബിൾ ആയിട്ടുള്ളത്, അല്ലെ? ഇന്റർനെറ്റിൽ കുറെ ഇമേജസ്, വീഡിയോസ്, ടെക്സ്റ്റ്, ആൾക്കാർ എഴുതുന്ന ബ്ലോഗ്സ്, റൈറ്റിംഗ്സ്, കുറെ കാര്യങ്ങൾ. അപ്പം ഇതെല്ലാം കണ്ടിട്ടാണ് ChatGPT എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ, ChatGPT പോലത്തെ ഒരു മോഡൽ, ഇതിന് ChatGPT പോലെയുള്ള മോഡലുകൾ നമ്മൾ LLMs എന്ന് പറയും, ലാർജ് ലാംഗ്വേജ് മോഡൽസ്. ഇവർക്ക് കുറെ ഡേറ്റ വേണം. അപ്പൊ ഈ ഡേറ്റ എടുക്കുന്നത് ഇന്റർനെറ്റിൽ നിന്നാണ്. ഇന്റർനെറ്റിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഡേറ്റ അതെടുക്കുമ്പോൾ അതിന് മനസ്സിലാവും, മോഡലിന് മനസ്സിലാവും എങ്ങനെയാണ് ആസ് ഹ്യൂമൻസ് ഹൗ ഡു വി റൈറ്റ് ഓർ ഹൗ ഡു വി സ്പീക്ക്, ഹൗ ഡു വി എക്സ്പ്രസ് തിങ്സ്, ഹൗ ഡു വി വ്യൂ ദ വേൾഡ്, അല്ലെ? ഇതെല്ലാം അത് മനസ്സിലാക്കിയിട്ട് അതിന് ഇറ്റ് ജസ്റ്റ് പ്രൊവൈഡ്സ് ആൻ ഔട്ട്, അതിന്റെ ഒരു ഒബ്സർവേഷൻ വെച്ചിട്ട്. പക്ഷെ അന്ന് in 1950s when perceptron was there, ഇന്റർനെറ്റ് വാസ് നോട്ട് there. അപ്പം ഡേറ്റയുടെ ഒരു കുറവുണ്ടായിരുന്നു, അതേപോലെ തന്നെ ഹാർഡ്വെയർ. അന്നത്തെ കമ്പ്യൂട്ടേഴ്സ് ഭയങ്കര ബൾക്കി ആയിരുന്നു. ആൻഡ് അന്ന് GPU എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലായിരുന്നു. ഐ വിൽ ടോക്ക് മോർ അബൌട്ട് ദാറ്റ്. യെസ്, അതായിരുന്നു 1950s. അപ്പൊ ഈ 1950s കഴിഞ്ഞ് ആൾക്കാർ ഇത് ആദ്യം എന്തോ വലിയ സംഭവമാണ് എന്നൊക്കെ പറഞ്ഞ് പിന്നെ എല്ലാവരും ഒന്ന് ഒരു AI വിൻസർ എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഒന്ന് ഡിസപ്പോയിന്റഡ് ആയി. ബിക്കോസ് ഒരു കുറച്ച് അഡ്വാൻസ്ഡ് ടാസ്ക് ചെയ്യാൻ പോലും ഈ നമ്മുടെ പെർസെപ്ട്രോൺ അൽഗോരിതത്തിന് പറ്റുന്നില്ലായിരുന്നു. പക്ഷെ ദിസ് വാസ് എ വെരി ബിഗ് ലാൻഡ് മാർക്ക്. അന്നത്തെ ഒരു AI തന്നെ നമ്മുടെ ഒരു ബിഗിനിങ് എന്ന് പറയണമെങ്കിൽ ഇതായിരിക്കും ആ ഒരു പോയിന്റ്. യെസ്, പിന്നെ പതുക്കെ വേറെ ഇന്നോവേഷൻസും നടത്തും. ഇൻ 1960s and 70s ആയപ്പോൾ നമ്മുടെ ചെസ് പോലെയുള്ള ഗെയിമിലൊക്കെ റൂൾ ബേസ്ഡ് ഗെയിംസ്, ഇതൊക്കെ എങ്ങനെ പഠിച്ച് കളിക്കാമെന്ന് നമ്മുടെ കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ പ്രോഗ്രാംസ് പഠിച്ചു തുടങ്ങി. യെസ്, പക്ഷെ അന്നും ഈ ഹാർഡ്വെയർ ഒരു പ്രശ്നമായിരുന്നു.
പിന്നെ അടുത്ത മേജർ മൈൽ സ്റ്റോൺ വരുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ ഡീപ്പ് ലേണിംഗ് ആണ്. ഡീപ്പ് ലേണിംഗ് ബൂം അത് 2006 എന്ന് പറയുന്ന ഇയറിലാണ് വരുന്നത്. ഓക്കെ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ ടേംസ് ഒക്കെ, ഡീപ്പ് ലേണിംഗ്, മെഷീൻ ലേണിംഗ്. ഓക്കെ, മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ബ്രോഡർ സെറ്റ് ഓഫ് കാര്യങ്ങളുണ്ട്. ഡീപ്പ് ലേണിംഗിൽ നമ്മൾ പറയുന്നത്, നമ്മൾ ഈ പെർസെപ്ട്രോൺ പറഞ്ഞ പോലെ ഒരു ഇൻപുട്ട് എടുത്ത് ഔട്ട്പുട്ട് എടുക്കും. അതിന്റെ ഇടയിൽ നമ്മൾ കുറെ ലെയേഴ്സ് എന്ന് പറയും. അതിന്റെ ഇപ്പൊ ഒരു ഇമേജ് ആണ് കൊടുക്കുന്നെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ ഫോണിലൊക്കെ ഫേഷ്യൽ റെക്കഗ്നിഷൻ ഉണ്ട് അല്ലെ. ഈ ഫേഷ്യൽ റെക്കഗ്നിഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അതിൽ നോക്കുമ്പോൾ നമ്മുടെ ഫേസിനെ അതിന് ഓൾറെഡി ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ അത് നമ്മുടെ ഫേസുമായിട്ട് മാച്ച് ആവുന്നുണ്ടോ നോക്കും. അതൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്? അതൊക്കെ ഒരു ഫോം ഓഫ് ഡീപ്പ് ലേണിംഗ് ആണ്, അല്ലെങ്കിൽ ന്യൂറൽ നെറ്റ്വർക്ക് എന്നൊക്കെ പറയുന്നതാണ്. ഇതെന്താണെന്ന് വെച്ചാൽ ഇതിൽ പല ലെയേഴ്സ് ഉണ്ടാവും. അപ്പം ഒരു ലെയർ would recognize our curves and edges on our face. ലൈക്ക് നോസിന്റെ ഇവിടെ ഒരു എഡ്ജ്, അല്ലെങ്കിൽ ഫേസിന്റെ ഔട്ട്ലൈൻ, കർവ്സ്, ഇതെല്ലാം റെക്കഗ്നൈസ് ചെയ്യും. Then the next layer would recognize certain parts of our face, like eyes, nose, mouth, lips, അങ്ങനെ hair, ഓരോ parts അത് recognize ചെയ്യും. And finally, ഇതെല്ലാം കൂടി we'll put them together and we'll get a whole face. We'll understand, okay, this is Nandita's face, right? അപ്പം അങ്ങനെ ഒരു ഐഡിയ അതിന് കിട്ടുന്നത് ഓക്കെ ഈ ഡീപ്പ് ലേണിംഗിന്റെ ബേസിസിലാണ്. ആൻഡ് ഇതിലൊക്കെ ഒരു ബൂം വന്നത് ഇൻ ദി ഇയർ 2006. ഈ സമയത്ത് വി ഹാഡ് GPUs. ഈ GPU എന്താ? ഗ്രാഫിക്കൽ പ്രോസസിംഗ് യൂണിറ്റ്സ് അല്ലെ. നമുക്ക് CPU അറിയാം. അതേപോലെ അതിനേക്കാൾ ഒത്തിരി പവർഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് GPU. ഈ GPUs ആക്ച്വലി ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഗെയിമിങ്ങിന് വേണ്ടിയാണ്, വീഡിയോ ഗെയിംസ് ഒക്കെ കളിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ 3D ആപ്ലിക്കേഷൻസ്, 3D ഡിസൈനിങ്, അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ നമുക്ക് ഭയങ്കര ഹൈ കമ്പ്യൂട്ടിംഗ് പവർ വേണം. അപ്പം ആ കമ്പ്യൂട്ടിംഗ് പവർ നമ്മുടെ CPU ഒറ്റയ്ക്ക് താങ്ങാൻ പറ്റാത്ത കേസസ് വന്നപ്പോഴാണ് ഈ GPU എന്നൊരു ഐഡിയ കൊണ്ടുവന്നത്. അപ്പം ഈ GPUല് കുറെ ടാസ്കുകൾ ഒന്നിച്ച് ചെയ്യാൻ പറ്റും, ഭയങ്കര പെട്ടെന്ന് ഒന്നിച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ 2006 ഡീപ്പ് ലേണിംഗ് വരുന്ന സമയത്ത് നമുക്ക് GPUs ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിരുന്നു. അപ്പം അതൊരു എസെൻഷ്യൽ ഹാർഡ്വെയർ ആണ് നമ്മുടെ മെഷീൻ ലേണിങ്ങിനും ഡീപ്പ് ലേണിങ്ങിനും ഒക്കെ വേണ്ടി. അപ്പം ഈ ട്രെയിനിങ് എന്ന് പറയുന്ന പ്രോസസ്സ് വളരെ ഫാസ്റ്റ് ആയിട്ട് നടക്കും. ഓക്കെ, വാട്ട് ഇസ് ട്രെയിനിങ്? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, പെർസെപ്ട്രോണിന് നമ്മൾ ആദ്യം കുറെ ഇമേജസ്, സർക്കിൾ ഉള്ള ഇമേജസും സർക്കിൾ ഇല്ലാത്ത ഇമേജസും കൊടുത്തിട്ട് it will output, and output it will tell you whether a certain image consists a circle or not. Appo the process of understanding or learning from data, അതിനെയാണ് നമ്മൾ ട്രെയിനിങ് എന്ന് പറയുന്നത്. സോ ഇതൊക്കെ 2006 സംഭവിച്ചു. പിന്നെ the next thing was in 2012. 2012 ഇമേജ് നെറ്റ് എന്ന് പറഞ്ഞ ഒരു വലിയ ഡേറ്റ സെറ്റ് ഉണ്ടാക്കി, ഒരു ഡേറ്റ കളക്ഷൻ. ഇതില് അറൌണ്ട് 14,000 ഒബ്ജക്ട്സ് ആൻഡ് അതിന്റെ പേരും, അതായത് അതിന്റെ ലേബിൾസും ഉണ്ടായിരുന്നു. ഈ 14,000 ഒബ്ജക്ട്സ് എന്ന് പറയുമ്പോൾ കാർ, ക്യാറ്റ്, ഡോഗ്, ടേബിൾ, ചെയർ, ഇങ്ങനത്തെ റാൻഡം ഒബ്ജക്ട്സ്. ഓക്കെ, ഈ ഒബ്ജക്ട്സുകളൊക്കെ എന്താണെന്ന് ബേസിക്കലി നമ്മുടെ കമ്പ്യൂട്ടറിനെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു സെറ്റ് ഓഫ് ഡേറ്റ ആയിരുന്നു ഈ ഇമേജ് നെറ്റ്. ഇത് ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ ഈ റിസർച്ച് ടീം സ്റ്റാൻഫോർഡിലെ ഫിഫി ലീ എന്ന് പറഞ്ഞ ഒരു പ്രൊഫസറിന്റെ അടിയിലായിരുന്നു ഈ ഒരു റിസർച്ച് നടന്നിരുന്നത്. ആൻഡ് ദ റിസൾട്ട്സ് കെയിം ഔട്ട് ഇൻ 2012. സോ ഈ 2012 ഉണ്ടാക്കിയ ഈ ഒരു ഡേറ്റ സെറ്റ് കണ്ടെയ്ൻസ് എ ലോട്ട് ഓഫ് ഇമേജസ് അല്ലെ. അപ്പൊ നമ്മുടെ മെഷീനിന്, അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിന്, നമ്മുടെ മോഡൽസിന് എല്ലാത്തിനും ഒരു ബെറ്റർ വ്യൂ ഓഫ് ദ വേൾഡ് കിട്ടി. അതായത് നമ്മൾ കാണുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെ ഒബ്ജക്ട്സ് ഉണ്ട് എന്ന് ബേസിക്കലി അതിനെ പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. ആൻഡ് ഓക്കെ, ഈ ഇമേജസ് കൊണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഇത്ര ഇമേജസിന്റെ ഒരു ഡേറ്റ സെറ്റ് കൊണ്ട് എന്തൊക്കെ ആയിരിക്കാം യൂസസ് ആലോചിക്കാൻ പറ്റും. ഇത്ര ഇമേജസും അതിന്റെ 14,000 ഇമേജസ് ആണ്. 14,000 ഇമേജസ് എന്താണെന്ന് ഇതിനെ പഠിപ്പിച്ചു കൊടുത്തു, റൈറ്റ്? അപ്പം 14,000 ഒബ്ജക്ട്സിനെ ഇതിനെ പഠിപ്പിച്ചു കൊടുത്തു. ആസ് യു വുഡ് ഹാവ് ഗെസ്ഡ്, ഇത് ലേറ്റർ ഓൺ നമ്മുടെ സെൽഫ് ഡ്രൈവിംഗ് കാർസ് അല്ലെ, സെൽഫ് ഡ്രൈവിംഗ് കാർസിലൊക്കെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയി, ഇങ്ങനത്തെ ഇമേജ് റെക്കഗ്നിഷൻ സംഭവങ്ങൾ. ആൻഡ് ഇപ്പോഴാണെങ്കിലും ഓക്കെ, ഞാനിപ്പോ മെഷീൻ ലേണിംഗ് പഠിക്കാൻ തുടങ്ങുന്ന സമയത്തൊക്കെ ആണെങ്കിലും ആദ്യം നമ്മൾ ചെയ്യുന്ന പ്രോജക്ട്സ് ആണ് ലൈക്ക് ഇമേജ് ക്ലാസിഫിക്കേഷൻ. അല്ലെങ്കിൽ ഒരു പടം എടുക്കുക, അതിലിപ്പോ ഒരു ക്യാറ്റിന്റെ പടം കാണും, ഡോഗിന്റെ പടം കാണും.
ഇതിൽ ഏതാണ് ക്യാറ്റ്, ഇതിൽ ഏതാണ് ഡോഗ് എന്നൊക്കെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന ഇതുണ്ടാവും. അതൊക്കെ ഈ ഇതുപോലത്തെ ഇമേജിനെറ്റ് ബേസ് ചെയ്തിട്ടുള്ള ഡേറ്റ സെറ്റ്സും ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. സോ ഈവൻ നമ്മൾ ഇന്ന് കാണുന്ന ജെമിനയും ChatGPT ഒക്കെ, ChatGPT ഒരിടയ്ക്ക് ഗിബ്ലി ഇമേജസ്, ഗിബ്ലി ആർട്ട് സ്റ്റൈലിലുള്ള ഇമേജസ് ജനറേറ്റ് ചെയ്യായിരുന്നു. ജെമിന ഇപ്പം ഇമേജ് ജനറേറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ പഴയ ഫോട്ടോസ് ഒക്കെ വെച്ച്. അപ്പം ഈ ഇമേജ് ജനറേഷനും ഒക്കെ ഉള്ള ബേസിക് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ബേസിക് ഡേറ്റ നമുക്ക് കിട്ടുന്നത് ഇതുപോലെയുള്ള ഡേറ്റ സെറ്റ്സ് വെച്ചിട്ടാണ്. ആൻഡ് ദാറ്റ് കെയിം ഇൻ 2012. യെസ്. പിന്നെ 2016 നമ്മുടെ ഗൂഗിളിന്റെ ഗൂഗിൾ ഡീപ് മൈൻഡിന്റെ ഒരു പ്രോഡക്റ്റ് ഉണ്ടായിരുന്നു, ആൽഫഗോ. ആൽഫഗോ എന്ന് പറയുന്ന ഒരു മോഡല് ഒരു റിയൽ ലൈഫ് പ്ലെയറിനെ, ഒരു പ്രോ പ്ലെയറിനെ, ലീ സെഡോൾ എന്ന് പറഞ്ഞൊരു പ്ലെയറിനെ ഗോ എന്ന് പറഞ്ഞ കളിയിൽ തോപ്പിച്ചു. ആൻഡ് ഈ ഗോ എന്ന് പറയുന്നത് ഇറ്റ്സ് എ വേർഷൻ ഓഫ് ചെസ്. നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കി അറിയാം, ദർ ഇസ് ദിസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പീസസ് ആൻഡ് it's a very complicated version of chess. Okay, and അത്രയും നാളും ആൾക്കാർ വിചാരിച്ചുകൊണ്ടിരുന്നത് ഈ ഗോ എന്ന് പറഞ്ഞ ഗെയിം ഒരിക്കലും ഒരു കമ്പ്യൂട്ടറിനൊന്നും കളിക്കാൻ പറ്റില്ല. ബിക്കോസ് ചെസ് ഹാസ് ഭയങ്കര വെൽ ഡിഫൈൻഡ് ക്ലിയർ കട്ട് റൂൾസ്. ഗോ ഇസ് വെരി മച്ച് മോർ കോംപ്ലെക്സ് ആണ്. അപ്പം സോ ദിസ് ആൽഫ ഗോ എന്ന് പറയുന്ന ഒരു മോഡൽ, ദിസ് ബീറ്റ് പ്രോ പ്ലെയർ. Right? So that was a major milestone too. അതിനുണ്ടാക്കിയ ടെക്നോളജീസും everything. Okay? Then in 2017 ഒരു സംഭവം വന്നു, attention is all you need. ഇതൊരു റിസർച്ച് പേപ്പറിന്റെ ടൈറ്റിലാണ്, attention is all you need. Okay? And ഈ പേപ്പർ solely changed the course of artificial intelligence. അതായത് നമ്മൾ ഇന്ന് പോപ്പുലർ ആയിട്ട് അറിയാവുന്ന LLMs like ChatGPT, everything is based on this research paper. Attention is all you need. Okay? ഇതിലാണ് നമ്മൾ ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, യെസ്, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ChatGPT എങ്ങനെയാ വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഇതൊരു വളരെ കോംപ്ലിക്കേറ്റഡ് വർക്കിങ്ങിനെ നമ്മൾ ഭയങ്കര സിമ്പിൾ ആക്കുകയാണ്. ഓക്കെ, ChatGPT വർക്ക് ചെയ്യുന്ന ഇത്രേ ഉള്ളൂ. ഒരു സെന്റൻസിൽ നെക്സ്റ്റ് വേർഡ് എന്താണെന്ന് പ്രെഡിക്റ്റ് ചെയ്യും. നമ്മൾ ചെറിയ കുട്ടികൾക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒക്കെ കൊടുക്കൂലേ, അപ്പം അതുപോലത്തെ ഒരു കളിയാണ് ഈ ChatGPT അല്ലെങ്കിൽ ഇങ്ങനത്തെ LLMs ചെയ്യുന്നതിന്റെ വളരെ ബേസിക്സ്. ഓക്കെ, സോ വി ഹാവ് എ സെന്റൻസ്, പീറ്റർ വാസ് മേക്കിംഗ് എന്താണ്? പീറ്റർ വാസ് മേക്കിംഗ് എ സ്കൾപ്ചർ, പീറ്റർ വാസ് മേക്കിംഗ് എ പ്ലാൻ, പീറ്റർ വാസ് മേക്കിംഗ് എ ദോശ, പീറ്റർ വാസ് മേക്കിംഗ് എ ഡിസിഷൻ. അല്ലെ? ഈ മേക്കിംഗ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൽ ഏത് വാക്ക് വേണമെങ്കിൽ വരാം. ഡെസിഷൻ ആകാം, ദോശയാകാം, സ്കൾപ്ചർ ആകാം, പ്ലാൻ ആകാം, അതുപോലെ ഇഷ്ടംപോലെ വാക്കുകളുണ്ട്. അല്ലെ? കുറച്ച് ഓപ്ഷൻസ് ആണ് ഞാൻ ഇവിടെ എഴുതിയേക്കുന്നത്. അപ്പൊ ഇതില് ഏത് വേർഡാണ് നെക്സ്റ്റ് വരുന്നതെന്ന് നമ്മുടെ ChatGPT പോലെയുള്ള അല്ലെങ്കിൽ അതിന്റെ ഓൾഡർ വേർഷൻസ്, അതായത് ഒരു AI മോഡല് അടുത്ത് എന്താണ് വരുന്നതെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ നോക്കും. ഓക്കെ, പ്രെഡിക്റ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ഇത് എന്തൊക്കെയായിരിക്കും നോക്കുക? ഈ സെന്റൻസിലുള്ള കാര്യങ്ങൾ നോക്കണം. അതായത് ഇത് ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആയിരിക്കണം. പീറ്റർ വാസ് മേക്കിംഗ് കഴിഞ്ഞ് വരുന്ന സാധനം ഒരു സെൻസ് ഉണ്ടാക്കണം. ഓക്കെ, അപ്പൊ അതിന്റെ കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ ആ സെന്റൻസ് എങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് അത് മനസ്സിലാക്കണം. പിന്നെ ആ സെന്റൻസ് മാത്രമല്ല, അതിന്റെ മുന്നേ ഉള്ള സെന്റൻസും എല്ലാം ഇതിൽ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇപ്പം സപ്പോസ് ഇതിനു മുന്നേ ഈ പാരഗ്രാഫിൽ എവിടെയെങ്കിലും we were saying Peter was busy in the kitchen. ഓക്കെ, അപ്പോൾ Peter is in the kitchen എന്ന് നമുക്ക് അറിയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏത് വാക്കായിരിക്കും ഇവിടെ കൂടുതൽ അപ്രോപ്രിയേറ്റ് ആവുക? ഇൻസ്റ്റെഡ് ഓഫ് Peter was making a sculpture or decision or a plan, കിച്ചണിൽ ഏതായിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാക്കാൻ ചാൻസ് ഉള്ളത്? ദോശ, അല്ലെ? സോ വി വുഡ് കംപ്ലീറ്റ് ദ സെന്റൻസ് ആസ് Peter was making a ദോശ. ഇത് 100% കറക്റ്റ് ആകണമെന്നില്ല, അല്ലെ? ചിലപ്പോൾ കിച്ചണിൽ നിന്നുകൊണ്ട് എന്തെങ്കിലും പ്ലാൻ ചെയ്യാം, അല്ലെങ്കിൽ കിച്ചണിൽ നിന്നുകൊണ്ട് ഒരു സ്കൾപ്ചർ ഉണ്ടാക്കാം. പക്ഷേ ദാറ്റ് ഇസ് AI ഈസ് നെവർ 100% പ്രെഡിക്റ്റബിൾ. അതായത് ഇതിന്റെ ഔട്ട്കം എന്താണെന്ന് നമുക്ക് ഉറപ്പായിട്ടും അറിയാമെങ്കിൽ അതൊരിക്കലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ല. ദർ ഇസ് ദിസ് ചാൻസ് ദാറ്റ് ഓക്കെ ഇത് വരാമായിരിക്കാം എന്ന് വി ക്യാൻ ഗെസ്. ഓക്കെ, സോ ഇതാണ് ChatGPT പോലെയുള്ള മോഡൽസിന്റെ ബേസ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. നമ്മളൊരു സെന്റൻസ് എടുക്കുന്നു അല്ലെങ്കിൽ ഒരു
ഒരു ടെക്സ്റ്റ് എടുക്കുന്നു, ഒരു സെറ്റ് ഓഫ് സെന്റൻസസ്, വേർഡ്സ് ഇതൊക്കെ എടുത്തിട്ട് അതിന്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കാൻ നോക്കുകയാണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ നോക്കി അതൊരു നെക്സ്റ്റ് വേർഡ് പ്രഡിക്റ്റ് ചെയ്തു. അതിനു പകരം ഇന്നത്തെ ChatGPT എടുക്കുന്നത് ഇതേപോലെ കോണ്ടെക്സ്റ്റ് ആയിട്ട് എടുക്കുന്നത് എന്താണ്, നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന പ്രോംസ് ആണ്. എന്നിട്ട് അത് തരുന്ന ആൻസർ ആയിരിക്കും നമ്മളിവിടെ ഒരു വേർഡ് പ്രഡിക്റ്റ് ചെയ്യുന്നതിന് പകരം അത് ഒരു പാരഗ്രാഫ് നമുക്ക് ഒരു ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് തരുന്നു. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇത് ചെയ്യുന്ന കാര്യം ഇത്രേ ഉള്ളൂ. അതിന്റെ ബേസിക് ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന സാധനം വർക്ക് ചെയ്യുന്നത് ഇങ്ങനൊരു ഇതാണ്. ആൻഡ് ദെൻ GPT എന്ന് പറയുന്നത് ജനറേറ്റീവ് പ്രീ ട്രെയിൻഡ് ട്രാൻസ്ഫോമർ അല്ലെ. നമുക്കൊരു സാധനം, ഒരു ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്ത് തരുവാണ് ഫ്രം പ്രീ ട്രെയിൻഡ് ഓൺ എ പ്രീ ട്രെയിൻഡ് മോഡൽ അല്ലെ. നമ്മൾക്ക് ലോകത്തുള്ള എല്ലാ ഡേറ്റയും ലൈക്ക് ഇന്റർനെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള വേൾഡ് വൈഡ് ഒരു ഗ്ലോബൽ ഡേറ്റ വെച്ചിട്ട് നമുക്കൊരു ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്ത് തരുവാണ്. ആൻഡ് ഇതിലെ ഈ ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന വാക്ക് ബേസിക്കലി അതിന്റെ ഏറ്റവും സിമ്പിൾ എക്സ്പ്ലനേഷൻ ഇസ് ജസ്റ്റ് ദിസ്. ഒരു സെന്റൻസിലെ നെക്സ്റ്റ് വേർഡ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. അതുപോലെയാണ് ChatGPT വർക്ക് ചെയ്യുന്നത്. സോ ഇതിൽ എത്ര പേര് ChatGPTനെ നമ്മുടെ ഒരു തെറപ്പിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പറയാനായിട്ട് ഉപയോഗിക്കുന്നുണ്ടാവും? ആരെങ്കിലും അങ്ങനെ ഉണ്ടോ? ഓക്കെ, ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. ഞാൻ ഒരിടയ്ക്ക് ചെയ്തിരുന്നു. നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോൾ ഐ എം വെരി സ്ട്രെസ്ഡ് അബൌട്ട് ദിസ്, അല്ലെങ്കിൽ ഇന്നൊരു കാര്യം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫ് കാര്യങ്ങളൊക്കെ നമ്മൾ ChatGPTയോട് പറയുകയാണെന്ന് ഇരിക്കട്ടെ. കുറെ ആൾക്കാർ അത് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് യൂസിങ് ChatGPT ആസ് അവർ തെറപ്പിസ്റ്റ്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുന്ന പോലെ വെൻ വി ആർ ടോക്കിംഗ് ടു ChatGPT അബൌട്ട് അവർ ലൈഫ് പ്രോബ്ലംസ് എന്താ സംഭവിക്കുക? ബേസിക്കലി ഇത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനെ ബേസ് ചെയ്ത് മാത്രമാണ്. അപ്പൊ നമുക്ക് ബേസിക്കലി നമ്മുടെ വോയിസ് തന്നെ ആയിരിക്കും ആംപ്ലിഫൈ ചെയ്ത് കേൾക്കാം. അപ്പൊ നമ്മൾ ചിന്തിക്കുന്നതിലോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആക്ഷൻസിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ മോഡൽസ് ലൈക്ക് ChatGPT കനോട്ട് കോൾ us ഔട്ട്. നമ്മുടെ തെറ്റ് അതിന് പറഞ്ഞു തരാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ബിക്കോസ് നമ്മുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ തന്നെ ആയിരിക്കും അത് ചിന്തിക്കുക. നമ്മളൊരു മിസ്റ്റേക്ക് ചെയ്തിട്ട് നമ്മളെ പോലെ തന്നെ ചിന്തിക്കുന്ന ഒരാളുടെ അടുത്ത് ചെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? when we actually talk to a friend or when we actually talk to a therapist, എന്താ സംഭവിക്കുക? They try to gently pull us out of the ways we think, അല്ലെങ്കിൽ ആ റിപ്പീറ്റിംഗ് പാറ്റേൺസ് നമ്മളെ റെസ്ക്യൂ ചെയ്യാൻ നോക്കും. പക്ഷെ when we are talking to a model, to a transformer, to a generative pre-trained transformer, എന്താ സംഭവിക്കുക? we are in that echo chamber. നമുക്ക് നമ്മുടെ വോയിസ് തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഒപ്പീനിയൻസ് തന്നെ 100,000 times ആംപ്ലിഫൈഡ് ആയിട്ട് കേൾക്കും. അതായിരിക്കും ഇവിടെ നടക്കുക. സോ ദാറ്റ് ഇസ് വൺ റിസ്ക്. OpenAIയുടെ CEO സാം ഓൾട്ട്മാൻ റീസെന്റ് പറയുണ്ടായി ദാറ്റ് ഡു നോട്ട് യൂസ് GPT ആസ് യുവർ ChatGPT ആസ് യുവർ തെറപ്പിസ്റ്റ് അല്ലെ. സോ ദാറ്റ്സ് വൺ തിങ്. അപ്പം ഈ ഒരു GPT അല്ലെങ്കിൽ ജനറേറ്റീവ് പ്രീ ട്രെയിൻ ട്രാൻസ്ഫോമർ അത് എല്ലാത്തിലും ഉപയോഗിക്കുന്നത് നമുക്കറിയാം. ജെമിനൈ, ക്ലോഡ്, കഴ്സർ, ഗ്രോക്ക്, മെറ്റ എല്ലാത്തിലും ഉപയോഗിക്കുന്ന ഈ ഒരു മോഡൽ GPT എന്ന് പറയുന്ന ഈ ഒരു സംഭവം ആണ് നമുക്ക് ഇന്ന് അറിയാവുന്ന പോലെ AI-നെ ഇത്രയും ആക്സസിബിൾ ആക്കിയത് അല്ലെ. ഇപ്പം നമുക്ക് ആക്ച്വലി എന്തൊരു ടോപ്പിക്കിനെ കുറിച്ച് അറിയണമെങ്കിലും എന്തൊരു കാര്യത്തിനെ കുറിച്ച് പഠിക്കണമെങ്കിലും നമ്മൾ ആബ്സല്യൂട്ട് ന്യൂബീസ് ആണെങ്കിൽ കൂടെ നമുക്കൊരു ഹ്യൂജ് ടൺ ഓഫ് റിസോഴ്സസ് അല്ലെങ്കിൽ നമുക്ക് വേണ്ടി തന്നെയുള്ള ഒരു പേഴ്സണൽ ട്യൂട്ടർ അവൈലബിൾ ആണെന്ന്. അപ്പം there is so much that AI can do അല്ലെ. ടെക്സ്റ്റ് ഓർ ലാംഗ്വേജ്, ഇപ്പം നമുക്കറിയാം ഒരു കണ്ടന്റ് എഴുതണം അല്ലെങ്കിൽ ഒരു എസ്സേ എഴുതണം, ഈവൻ കോഡിങ് ചെയ്യണം, പ്രോഗ്രാമിംഗ് ചെയ്യണം, ഇതൊക്കെ ChatGPT, ജെമിനൈ ഇതേപോലെയുള്ള LLMs-ന് നമുക്ക് തരാൻ പറ്റും. സെക്കൻഡ് തിങ്, ആസ് ഐ സെഡ്, ട്യൂട്ടേഴ്സ് ആൻഡ് അസിസ്റ്റൻസ്. ഗൂഗിളിന്റെ ഒരു പോപ്പുലർ ടൂൾ ആണ് നോട്ട്ബുക്ക് LM. നോട്ട്ബുക്ക് LM എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് പഠിക്കാനായിട്ടൊക്കെ കുറെ PDFs അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്സ്, നോട്ട്സ് ഇതൊക്കെ കാണും. We upload it to Notebook LM and then it gives us ഒരു podcast, a podcast with 2 people speaking about our syllabus, അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത PDFs-നെ പറ്റി അതൊരു പോഡ്കാസ്റ്റ് ജനറേറ്റ് ചെയ്ത് തരും. സോ ദാറ്റ്സ് വൺ ഓഫ് മൈ ഫേവറേറ്റ് വേസ് ടു സ്റ്റഡി. നമുക്ക് എഞ്ചിനീയറിംഗിന് കുറച്ച് നോൺ ക്രെഡിറ്റ് സബ്ജക്ട്സ് ഒക്കെ ഉണ്ട്, മാനേജ്മെന്റ് ഫോർ എഞ്ചിനീയേഴ്സ്, പ്രൊഫഷണൽ എത്തിക്സ്. അപ്പം ഇതൊക്കെ നമ്മൾ ബേസിക്കലി ആരും പഠിക്കാതെ എഴുതുന്ന സബ്ജക്ട്സ് ആണ്. അപ്പം ഇതിന് വാട്ട് ഐ ഡു ഇസ് ഇതിനെല്ലാം നോട്ട്ബുക്ക് LMൽ ഇതിന്റെ PDFs-ഉം PPT മെറ്റീരിയൽസ് ഒക്കെ അതിൽ അപ്ലോഡ് ചെയ്തിട്ട് ജസ്റ്റ് ഈ പോഡ്കാസ്റ്റ് കേൾക്കും. നടക്കുമ്പോഴോ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇത് കേട്ടോണ്ട് പോവാ, പോയി പരീക്ഷ എഴുതാം, അത്രേ ഉള്ളൂ. സോ
ഇത് നമ്മളെ പഠിക്കാനായിട്ടൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ആൻഡ് ഓൾസോ ഇറ്റ് ഹെൽപ്സ് us ഡ്രോ കൺക്ലൂഷൻസ് ഫ്രം നമുക്കൊരു വലിയ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെന്ന് വിചാരിച്ചു. ദെൻ ഇറ്റ് ഹെൽപ്സ് us നാവിഗേറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന ടോപ്പിക് എവിടെയൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ അതിൽ പറയുന്ന എന്താണെന്നൊക്കെ ഉള്ള ഒരു കാര്യം അടിപൊളിയായിട്ട് നമുക്ക് പറഞ്ഞു തരും. ദാറ്റ്സ് വാട്ട് ദിസ് നോട്ട്ബുക്ക് LM does. That's a tool I really love. Yeah, and then ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിലും കുറെ കാര്യങ്ങൾ ഓട്ടോമേറ്റ് ചെയ്യാനായിട്ട് കുറെ ടാസ്ക്, ഭയങ്കര റെപ്പറ്റീവ് ആയിട്ടുള്ള കുറെ ടാസ്ക്സ് ഇതേപോലെ നമ്മുടെ ChatGPT, Gemini ഒക്കെ ചെയ്തു തരും. ആൻഡ് അനദർ റീസെന്റ് ന്യൂ ഫീച്ചർ ഇസ് ദാറ്റ് റിസർച്ച് ആൻഡ് സമ്മറൈസേഷൻ. ഇപ്പൊ നമ്മള് ChatGPT പോവാണെങ്കിൽ തന്നെ ChatGPT ആൻഡ് ഈവൻ പെർപ്ലെക്സിറ്റി ഡസ് ദിസ് ഡീപ്പ് റിസർച്ച് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സോ അതിൽ പോയി കഴിഞ്ഞാല് earlier what used to take ഒരു expert in a field, expert who have probably worked or studied something for 20 to 30 years, അങ്ങനെയുള്ള ഒരു absolute scholar of a person would have taken weeks or days to do something. ആ കാര്യം നമുക്ക് ജസ്റ്റ് ഒരു ഒറ്റ പ്രോംപ്റ്റില് നമുക്ക് കിട്ടും. സോ റീസെന്റ് ഞാനൊരു പ്രോജക്റ്റ് ചെയ്യാൻ നോക്കുമായിരുന്നു. അപ്പം ബിഫോർ വി ഡു സംതിങ് ന്യൂ നമ്മൾ ഇതുവരെയുള്ള എക്സിസ്റ്റിംഗ് വർക്ക്സ് ഒക്കെ നോക്കുമല്ലോ. സോ ഐ വാസ് ഡൂയിങ് ദിസ്. അപ്പം അതിനെക്കുറിച്ച് എനിക്കൊന്നും ഇത് ചെയ്യണമായിരുന്നു, സ്റ്റഡി ചെയ്യാനായിരുന്നു. സോ ദിസ് ഇസ് വാട്ട് ഐ ഡിഡ്. ഐ ഗേവ് എ പ്രോംപ്റ്റ് അബൌട്ട് വാട്ട് ഐ വാണ്ടഡ് ടു ഡു. എന്റെ ഐഡിയനെ കുറിച്ച് സംസാരിച്ചു. ആൻഡ് ദെൻ ഇറ്റ് ആസ്ക്ഡ് മീ എ ബഞ്ച് ഓഫ് ക്വസ്റ്റ്യൻസ് ഇങ്ങോട്ട്. ഇറ്റ് ആസ്ക്ഡ് മീ, ഓക്കെ, സോ ഐ വാസ് ഫോക്കസിങ് ഓൺ ഒരു വീഡിയോ സമ്മറൈസേഷൻ എങ്ങനെ ചെയ്യാം എന്നുള്ളത് in the form of images. Okay, അപ്പം it asked me what type of videos I was looking for. ഞാൻ ഉദ്ദേശിക്കുന്ന വീഡിയോസിൽ എങ്ങനെയായിരിക്കും നോട്ട്സ് ഉണ്ടാവുക, അങ്ങനെ ലൈക്ക് എന്ത് കൈൻഡ് ഓഫ് മോഡൽ ആയിരിക്കും എനിക്ക് യൂസ് ചെയ്യേണ്ടത്, എന്റെ എക്സ്പീരിയൻസ്, ഞാൻ ഇതിൽ എന്തൊക്കെ സാധനങ്ങൾ ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ട്, അങ്ങനെയുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഇത് ഇങ്ങോട്ട് ചോദിച്ചു. ആൻഡ് ദെൻ I gave the answers and it gave me a very detailed report. ഇത് പണ്ട് എനിക്ക് ഇതുപോലത്തെ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കണമായിരുന്നെങ്കിൽ ആസ് എ ബിഗിനർ, ആസ് someone who's trying to learn machine learning, this would have taken me weeks maybe. ഇത്രയും റിസർച്ച് പേപ്പേഴ്സ് വായിച്ച് ഇതിലെ കാര്യങ്ങൾ മനസ്സിലാക്കിയൊക്കെ വരാൻ it would have taken me a lot of time. പക്ഷേ now within a single prompt I'm getting access to all of these things. പല ആൾക്കാർ ചെയ്ത പ്രോജക്ട്സിന്റെ ലിങ്ക്സ് ആണ് ഈ കാണുന്നത്. ആൻഡ് പല ബ്ലോഗ്സ്, പല റിസർച്ച് പേപ്പേഴ്സ് എല്ലാത്തിലേക്കും എന്നെ ലിങ്ക് ചെയ്തിട്ടുണ്ട്. So how we do this is, ഇവിടെ ഇങ്ങനെ നമ്മൾ ഒരു പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ ഇവിടെ ഒരു പ്ലസ് ബട്ടൺ ഉണ്ട്. Here we have many options: think longer, deep research, study and learn. So ഇതിനകത്ത് ഡീപ്പ് റിസർച്ച് കൊടുത്തു കഴിയുമ്പോൾ it takes some time, but then it goes through these many documents and gives us a fine report. And ഇതിന്റെ സോഴ്സസും ഇത് ലിസ്റ്റ് ചെയ്യും, എവിടെ നിന്നൊക്കെയാണ് ഇത് കിട്ടിയിട്ടുള്ളത്. So the information is more accurate. ഞാൻ കഴിഞ്ഞ സെഷൻ ഹാപ്പിനെസ് ഹബില് എടുത്ത സമയത്ത് ഈ ഒരു പ്രോബ്ലത്തിനെ കുറിച്ച് പറഞ്ഞായിരുന്നു, ഹാലൂസിനേഷൻ. അതായത് AI സ്വന്തമായിട്ട് കാര്യങ്ങൾ ഇമാജിൻ ചെയ്ത് നമുക്ക് ഫോൾസ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ തരും. പക്ഷെ ഇപ്പം ആ ഒരു പ്രോബ്ലം സോൾവ് ആണ്. ഈ ഡീപ്പ് റിസർച്ചും ഒക്കെ വന്ന സമയത്ത് GPT-5 അതായത് ലേറ്റസ്റ്റ് വേർഷൻ ഓഫ് ChatGPT ഈ വേർഷൻ ഉള്ളത്. അപ്പം അതിലും അതേപോലെ പെർപ്ലെക്സിറ്റിയിലും ഒക്കെ ഈ ഒരു സംഭവം, ഈ ഒരു പ്രോബ്ലം അത് സോൾവ് ചെയ്തു. സോ in AI നമുക്ക് ഓരോ പ്രാവശ്യം വരുന്ന പ്രശ്നങ്ങൾ ഗെറ്റ്സ് ആൾക്കാരുടെ ഡിമാൻഡ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം ChatGPT വന്നപ്പോൾ എല്ലാവരും വാസ് ലൈക്ക്, ഓ വാവ്, ദിസ് ഇസ് സംതിങ് അടിപൊളി എന്നൊക്കെ പറഞ്ഞ് കുറെ യൂസ് ചെയ്തു. ദെൻ പീപ്പിൾ ഫൗണ്ട് ഔട്ട് പ്രോബ്ലംസ്. ലൈക്ക് വൺ പ്രോബ്ലം ദാറ്റ് വി ഫൗണ്ട് ഔട്ട് വാസ് ഇത് ഫാൾസ് ഇൻഫർമേഷൻ തരുന്നു എന്ന്. Now that problem is solved. Now we will find new problems and the companies or the researchers will solve that. So AI will keep growing and ഇതിന്റെ pace of growth is also very much. നമ്മൾ വിചാരിക്കുന്നതിലും ഫാസ്റ്റ് ആയിട്ടാണ് AI റിസർച്ചേഴ്സും ലൈക്ക് പുതിയ അഡ്വാൻസ്മെന്റ്സും ഒക്കെ വരുന്നത്. So yeah, this was one of the new features that I really love. And of course നമ്മുടെ എല്ലാവരുടെയും പോപ്പുലർ ആയിട്ടുള്ള ഇമേജ് ആൻഡ് വീഡിയോ ജനറേഷൻ. ഇപ്പം ഇൻസ്റ്റഗ്രാമോ ഒക്കെ തുറന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം കാണുന്നത് കുറെ കുറെ ന്യൂസ് ഒക്കെ അല്ലെ, കുറെ ഫണ്ണി ആയിട്ടുള്ള ന്യൂസ് ക്ലിപ്സ് ഒക്കെ AI ജനറേറ്റഡ് ആയിട്ടുള്ള VO3 എന്ന് പറയുന്ന ഗൂഗിളിന്റെ വീഡിയോ ജനറേഷൻ ടൂൾ ഉണ്ട്. അതിലൊക്കെ ജനറേറ്റ് ചെയ്തിട്ടുള്ള കുറെ ഫണ്ണി വീഡിയോസ് ഒക്കെ കാണും, AI ജനറേറ്റഡ് സാധനങ്ങൾ. പിന്നെ അതേപോലെ ഇമേജസ്. These are all the popular tools. ഇപ്പം ഈവൻ ലൈക്ക് ഓൾ ദ ട്രെൻഡ്സ് ആർ ബേസ്ഡ് ഓൺ പുതിയ പുതിയ സാധനങ്ങൾ. ഇപ്പം ഒരു സമയത്ത് എല്ലാവരും ഗിബ്ലി ആർട്ട് സ്റ്റൈലില്
ഫോട്ടോസ് ഒക്കെ ഇടുന്നുണ്ടായിരുന്നു. ദാറ്റ് വാസ് വെൻ ചാറ്റ് ജി പി ടിയിൽ ഒരു പുതിയ അപ്ഡേറ്റ് വന്നു. അതേപോലെ ജെമിനയിൽ ഒരു പുതിയ അപ്ഡേറ്റ് വന്നപ്പം ദാറ്റ് ബിക്കെയിം എ ന്യൂ ട്രെൻഡ്. സോ ഐ തിങ്ക് ഇപ്പം ടെക്നോളജി എന്ന് പറയുന്ന ഒരു ഐസൊലേറ്റഡ് ഫീൽഡ് ആയിട്ട് നിൽക്കുകയല്ല, പകരം ഇറ്റ് ഇസ് വിത്ത് ഓൾ ഓഫ് us. AI കാരണം ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഇൻ ടു ഓൾ ഓഫ് അവർ ലൈഫ്സ്, ഓൾ ഓഫ് ദ ഫീൽഡ്സ് ആക്ച്വലി. അപ്പം that is one thing, and that is why I think it is very important for us to be updated about all of these things. Yes. ഞാൻ കുറെ പറഞ്ഞ് ബോറടിപ്പിച്ചില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിവേ, നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യമാണ്, ഹൗ ഹാസ് AI മെയ്ഡ് യു ഫീൽ ലൈക്ക് യു ഹാവ് എ സൂപ്പർ പവർ? അതായത് ഇത്രേ ഉള്ളൂ, നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ വിചാരിച്ചൊരു കാര്യം AI ഉപയോഗിച്ച് ചെയ്തപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഓ വാവ് എന്നൊരു ആ ഒരു വാവ് ഫീലിംഗ് വന്നിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആർക്കെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റും? ഒന്ന് ആലോചിച്ചു, എല്ലാവരും ഒന്ന് ആലോചിച്ചു. എന്തെങ്കിലും കാണും, നമുക്കൊരിക്കലും ഇത് നമ്മളെ കൊണ്ട് പറ്റില്ല, അല്ലെങ്കിൽ ഇതൊക്കെ ഇത് ഭയങ്കര പാടാണെന്ന് വിചാരിച്ചൊരു കാര്യം ഉണ്ടാവും. അത് ചിലപ്പം ചാറ്റ് ജി പി ടി കൊണ്ടോ എന്തെങ്കിലും കൊണ്ട് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഒരു കാര്യം ഉണ്ടോ? ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യട്ടെ. യെസ്. സാധാരണ നേരത്തെയൊക്കെ നമുക്കൊരു ഫണ്ടിങ് പ്രപ്പോസൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-20 ചോദ്യങ്ങൾ ഉണ്ടാവും. അതിന് ഓരോന്നിനും ആൻസർ ചെയ്ത് വരാൻ സാധാരണ ഒരാഴ്ചയൊക്കെ എടുക്കും, ഓരോ ക്വസ്റ്റിനും ഒരു ആൻസറൊക്കെ ചെയ്യാൻ. ഇന്നലെ ഞങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് 3 പ്രപ്പോസൽസ് ഫില്ല് ചെയ്തു. 3 ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട്സ് ആയിരുന്നു. പക്ഷേ നമ്മൾ എന്താണെന്നുള്ളത് ഇപ്പോൾ മനസ്സിലാക്കും തോറും ഇറ്റ് ബിക്കംസ് മച്ച് ഫാസ്റ്റർ, നമുക്ക് ആ കിട്ടുന്ന റെസ്പോൺസ്. പക്ഷേ യു കനോട്ട് 100% ടേക്ക് ഇറ്റ് ആസ് സച്ച്. ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് ക്വസ്റ്റ്യൻസ് ദാറ്റ് യു ആസ്ക്. പക്ഷേ വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ട്. യെസ്, താങ്ക് യു ഫോർ ഷെയറിംഗ് സർ. സോ ദ തിങ് ഇസ്, എല്ലാരും ചെയ്യുന്ന ജോലികളും എല്ലാവരുടെ ഡെയിലി ലൈഫും ഇസ് ഭയങ്കര ഡിഫറെന്റ്. ബട്ട് AI ക്യാൻ അസിസ്റ്റ് അസ്, അല്ലെ? സാർ പറഞ്ഞ പോലെ 100% ആക്യുറേറ്റ് ആകണമെന്നില്ല. പക്ഷെ ദ മോർ ഡീറ്റെയിൽഡ് അല്ലെങ്കിൽ ബെറ്റർ പ്രോംസ് വി ഗിവ്, അതിനോട് എന്താ ചെയ്യേണ്ടതെന്ന് നമ്മൾ അത്രയും നന്നായി പറഞ്ഞു കൊടുത്താൽ ഇറ്റ് വിൽ ഡു ഇറ്റ് ഫോർ അസ്. ആൻഡ് AI ഇസ് ഗെറ്റിംഗ് ബെറ്റർ. അപ്പം നമ്മൾ പണ്ട് ഭയങ്കര ഇമ്പോസിബിൾ ആണെന്ന് വെച്ച പല കാര്യങ്ങളും ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. യെസ്, താങ്ക് യു സർ ഫോർ ഷെയറിംഗ് ദാറ്റ്. വേറെ ആർക്കെങ്കിലും? മോളെ ഞാൻ ഞാൻ പറഞ്ഞോട്ടെ. പറയട്ടെ. ലളിത ടീച്ചർ പറ, അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ടീച്ചർ. എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, എനിക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അത് സോർട്ട് ചെയ്യണമായിരുന്നു. അതിലത്തെ ക്വസ്റ്റ്യൻസ് മുഴുവൻ വേണ്ട, കുറച്ചെണ്ണം മതിയായിരുന്നു. അപ്പോൾ അല്ല എല്ലാ സെക്ഷനിലും, അതായത് ഒബ്ജക്റ്റീവ് 2 മാർക്ക് 3 മാർക്ക് എല്ലാം തന്നെ എനിക്കത് കുറച്ച് 80 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിനെ 40 മാർക്കിലേക്ക് കൺവേർട്ട് ചെയ്യണമായിരുന്നു. അപ്പൊ അത് വളരെ ഈസി ആയിട്ട് ചാറ്റ് ജി പി ടി ഉപയോഗിച്ച് അത് കൺവേർട്ട് ചെയ്യാൻ സാധിച്ചു. അതല്ലെങ്കിൽ ഞാൻ സെലക്ട് ചെയ്ത് ടൈപ്പ് ചെയ്ത് അതൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആക്കി, നല്ല ഇഫേർട്ടായിരുന്നു. അക്കൗണ്ടൻസി ഒരു തിയറി ക്വസ്റ്റ്യൻ പേപ്പർ അല്ല, ആണെങ്കിൽ നമുക്കത് എളുപ്പം ചെയ്യാമായിരുന്നു. ഇത് അക്കൗണ്ടൻസിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. വളരെ ഈസി ആയിട്ട് ഒരു കറക്റ്റ് പ്രോംപ്റ്റ് കൊടുത്തപ്പോൾ സെക്കൻഡുകൾക്കുള്ളിൽ അത് ക്വസ്റ്റ്യൻ പേപ്പർ ആയി കിട്ടി. താങ്ക് യു. ഓക്കെ, താങ്ക് യു മാം, താങ്ക് യു മാം. കൃഷ്ണകുമാർ സാർ എഴുതിയിട്ടുണ്ട്. സാർ പറയുന്നു. എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, ഒരു ഫാർമസ്യൂട്ടിക്കൽ കോളേജിൽ ഒരു വർക്ക്ഷോപ്പ് നടത്താൻ ക്ഷണം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് അവർ പറഞ്ഞത് 40 പേരുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ചെറിയൊരു ഗ്രൂപ്പാണല്ലോ, നമുക്ക് ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്യാൻ ഓൾറെഡി നമുക്ക് പരിചയമുള്ള കാര്യമാണ്. പക്ഷെ വന്നപ്പോൾ 400 പേരുണ്ടായിരുന്നു, പല കോളേജസിൽ നിന്നുള്ള കുട്ടികളുണ്ടായിരുന്നു. ഞാൻ അവിടെ എത്തിയിട്ടാണ് ഈ വിവരം അറിയുന്നത്. അപ്പൊ എങ്ങനെ ഇത് ആക്ടിവിറ്റി ബേസ്ഡ് ആക്കിയാലാണ് ന്യൂ ജനറേഷൻ വർക്ക്ഷോപ്സ് ഒക്കെ ഇഷ്ടാവുള്ളൂ. അല്ലാണ്ട് കുറെ തിയറി ഒക്കെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ. നിമിഷങ്ങൾക്കുള്ളിൽ നമുക്ക് അതിനുള്ള സൊല്യൂഷൻ കിട്ടി. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ഓക്കെ സർ, താങ്ക് യു. അത് ഭയങ്കര ഒരു പ്രശ്നമാണല്ലേ, നമ്മൾ ഒരിടത്ത് ചെന്നിട്ട് അപ്പം ഒരു ഇത്ര വലിയൊരു ചേഞ്ച് വരുത്തണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ്, ആസ് ഹ്യൂമൻസ് നമുക്കതൊരു ഭയങ്കര ഹ്യൂമങ്കസ് ടാസ്ക് ആണ്. പക്ഷെ ഇറ്റ് ഈസ് വെരി സിമ്പിൾ ഫോർ AI. ഓക്കെ, ഐ വിൽ ഷെയർ മൈ എക്സ്പീരിയൻസ് Yes, ma'am. ചാറ്റ് ജി പി ടി. ഇതെന്താ വെച്ചാൽ, എനിക്ക് ഒരു PPT ഉണ്ടാക്കണം. എൻ്റെ വർക്ക് ഷെഡ്യൂളിൻ്റെ ഇടയിൽ കൂടെ
ഇറ്റ് വാസ് എ ഹെർക്കൂലിയൻ ടാസ്ക് ഫോർ മീ. ഇതെങ്ങനെ ചെയ്യാം? തിയറി കുറേ അധികമുണ്ട്. ഇത് പഠിച്ച് ഒരു PPT ഉണ്ടാക്കി ഞങ്ങളുടെ ഒരു നാഷണൽ കോൺഫറൻസിൽ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ള ഒരു ടാസ്ക്കാണ്. അപ്പോൾ ഈ ChatGPT കൊടുക്കുമ്പോൾ കുറേ റോങ് ഇൻഫർമേഷനൊക്കെ കിട്ടി. നമ്മളതങ്ങ് മിസ്ലീഡ് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെയും മാറ്റി മാറ്റി കൊടുക്കുമ്പോൾ അത് വന്ന് വന്ന് നമുക്ക് കുറച്ച് ധാരണയുണ്ടാവണം. അല്ലാതെ ഇത് മാത്രം വച്ച് പോയാൽ ഇവൻ നമ്മളെ വേറെ എവിടെയെങ്കിലുമൊക്കെ എത്തിക്കും. അപ്പോൾ തിയറി തന്നെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് തരും. പിന്നെ ആപ്റ്റ് വേർഡ് ഉപയോഗിക്കും. പിന്നെയും മാറി മാറി ഇട്ട് നോക്കുമ്പോൾ നമുക്ക് വേണ്ട എന്തോ സാധനത്തിൽ നമ്മൾ ഉടക്കും. അപ്പോൾ ഇവൻ തന്നെ ചോദിക്കും, ഡു യു വാണ്ട് ടു മേക്ക് ഇറ്റ് ആസ് എ PPT? അപ്പൊ ഇത് ഞാൻ നോക്കുമ്പോൾ എന്ത് എളുപ്പം. മറ്റേത് കുറേ സമയം ഇതിനിട്ട് ഓരോന്നെടുത്ത് നമ്മൾ ടൈപ്പ് ചെയ്ത് കയറ്റി ഇത് നമ്മളൊന്ന് മോഡിഫൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ടാസ്കിനെ കുറച്ച് സിംപ്ലിഫൈ ചെയ്ത് കുറച്ചൊരു ബ്രെത്ത് ടേക്കിംഗ് സ്പേസ് ഒക്കെ തരുന്നുണ്ട് വെൻകേട്ട. പക്ഷെ ആകെയുള്ളത് ഒരു ബേസിക് നോളജ് വേണം ആ വിഷയത്തിനെ പറ്റി. അല്ലെങ്കിൽ എവിടെയൊക്കെയോ വലിച്ചെടുത്തോണ്ട് പോകും നമ്മളെ. അപ്പം അങ്ങനെ എനിക്ക് ഹെൽപ്ഫുള്ളായിരുന്നു. ഞാൻ വിചാരിച്ചു കൊള്ളാം, ഇത് ഉണ്ടെങ്കിൽ കാര്യം നടക്കും എന്നുള്ള രീതിയിലേക്ക് ഞാൻ വന്നു. അപ്പോൾ താങ്ക് യു നന്ദിത ഫോർ ദ എക്സലന്റ് പ്രസന്റേഷൻ കേട്ടോ. ഇത്ര സിംപ്ലിഫൈ ചെയ്ത് പറയാൻ അത്രയും പാഷനേറ്റ് ആയിട്ടാണ് പഠിക്കണമെന്ന് എനിക്ക് തോന്നി. എല്ലാം മിടുമിടുക്കിയായിട്ട് പഠിച്ചിങ്ങനെ അത് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് നന്ദിതയ്ക്ക് ഉണ്ട് എന്ന് തോന്നി. അപ്പോൾ ഇനി ബാക്കിയുള്ള ആൾക്കാർ പറയട്ടെ. ഐ തിങ്ക് ഉണ്ടോ? ഇനിയുണ്ട്, കുറച്ചും കൂടി ഉണ്ട്. ആണോ? എന്നാ യു ക്യാൻ ഗോ എഹെഡ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വരാം. അമ്മ ഇടയ്ക്ക് ചോദിച്ചപ്പോൾ ഞാൻ ഓക്കെ ഓക്കെ നന്ദിത പ്ലീസ് ഗോ എഹെഡ്. അത് കഴിഞ്ഞിട്ട് ചോദിക്കാവേ. ശരി. ഓക്കെ. അപ്പം ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ഗ്യാപ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, ഒന്ന് ആലോചിച്ച് വെക്കുക. അഡ്രസ് ദാറ്റ് ഇൻ ദി എൻഡ്. ഓക്കെ. അപ്പം എല്ലാവർക്കും താങ്ക് യു ഫോർ ഷെയറിംഗ് ദി എക്സ്പീരിയൻസ്. ആസ് ഗിരിജ മാം പറഞ്ഞ പോലെ ചെറിയ ലൈക്ക് പ്രശ്നങ്ങൾ, നമുക്കൊരു ഐഡിയ ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് കുറെ സാധനങ്ങൾ നമ്മൾക്ക് ലൈക്ക് ഫോൾസ് ഇൻഫർമേഷൻ ഒക്കെ തരാൻ ചാൻസ് ഉണ്ട്. അഗൈൻ അത് ഞാൻ പറഞ്ഞ പോലെ ഒരു എക്കോ ചേംബർ ആണ്. നമ്മൾ അങ്ങോട്ട് പറയുന്നത് തന്നെ അത് ഇങ്ങോട്ട് ആംപ്ലിഫൈ ചെയ്ത് തരും. സോ അത് കുറെ ലിമിറ്റ് ചെയ്യാനായിട്ടാണ് ഇപ്പം ലൈക്ക് ഡീപ് റിസർച്ച് പോലെയുള്ള ഫീച്ചേഴ്സ് വന്നിട്ടുള്ളത്. സോ വി കൻ മേക്ക് അവർ വർക്ക് ബെറ്റർ. പക്ഷെ സ്റ്റിൽ our involvement is still very much needed. ഇപ്പം നിങ്ങൾ എല്ലാവരും കുറെ എക്സാമ്പിൾസ് ലൈക്ക് കുറെ യൂസസ് പറഞ്ഞല്ലോ, എങ്ങനെയൊക്കെ യൂസ് ചെയ്തു എന്നുള്ളത്. അപ്പം ഇതില് നമുക്കൊരു പ്രശ്നമുണ്ട്. നമ്മൾ പണ്ട് മണിക്കൂറുകൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു സാധനം. എന്റെ ഒരു എക്സ്പീരിയൻസ് പറയുവാണെങ്കിൽ, ഞാൻ പണ്ടൊരു കോഡ് എഴുതിയിട്ട് അതിലൊരു സെമി കോളനോ അല്ലെങ്കിൽ ഒരു കോമയോ ഒക്കെ മിസ് ചെയ്തിട്ട് ഏതൊരു പ്രാവശ്യം 2-3 മണിക്കൂർ ആ ഒരു കോമ ഇടാത്തതിന് വേണ്ടി ഇതെന്താ പറ്റിയത് മനസ്സിലാകാതിരുന്നിട്ടുണ്ട്. അപ്പം പക്ഷെ എന്നിട്ട് ആ 3 മണിക്കൂർ കിട്ടാത്തൊരു സാധനം നമുക്ക് പെട്ടെന്ന് 3 മണിക്കൂർ കഴിഞ്ഞ് കിട്ടുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമുണ്ട്. അപ്പൊ ആ ചെയ്യുന്ന ഒരു പ്രോസസ്സിൽ ഒരു ത്രില്ലുണ്ട്. അപ്പം ഇങ്ങനെ ഒരു ChatGPT പോലെയുള്ള അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു ഇന്റർഫിയറൻസ് വരുമ്പോൾ നമ്മൾ ആ ഒരു ജേർണിയിലെ ത്രില്ല് ചിലപ്പം ഒന്ന് പോയെന്നിരിക്കാം അല്ലെ. പക്ഷെ വി ആർ ബിൽഡിംഗ് മോർ എഫിഷ്യന്റ് സിസ്റ്റംസ്. ഇപ്പൊ ChatGPT ഉള്ള ഒരു സമയത്ത് ഞാൻ എന്റെ കോഡിൽ ഒരു കോമ ഇല്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ചെറിയ സാധനത്തിന് വേണ്ടി ഞാൻ 3 മണിക്കൂർ സ്പെൻഡ് ചെയ്യോ? ഒരിക്കലും ഇല്ല. ബിക്കോസ് നമുക്ക് കൂടുതൽ എഫിഷ്യന്റ് സിസ്റ്റം ഉണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ടീച്ചർ പറഞ്ഞ പോലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ 80 മാർക്സ് 40 മാർക്സ് ആക്കണമെങ്കിൽ എത്രയോ മണിക്കൂർ എടുക്കും. ഇപ്പൊ അത് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. ബിക്കോസ് വി ഹാവ് മോർ എഫിഷ്യന്റ് സിസ്റ്റംസ്. അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ് എഴുതണമെങ്കിൽ, റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യണമെങ്കിലൊക്കെ വി ഹാവ് മച്ച് മോർ എഫിഷ്യന്റ് സിസ്റ്റംസ്. അപ്പം ഇങ്ങനൊരു എവല്യൂഷൻ നമ്മുടെ ടെക്നോളജിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. ഈവൻ കോഡിങ്ങിലാണെങ്കിൽ ആദ്യം ആൾക്കാർ ബൈനറിയിലാണ് എഴുതിക്കൊണ്ടിരുന്നത്. 0യും 1ലാണ് ലിറ്ററലി കോഡിങ് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് ഇന്ന് അത് ആലോചിക്കാൻ പറ്റുന്നില്ല. ഇന്ന് വി ഹാവ് ബെറ്റർ തിങ്സ് ലൈക്ക് പൈത്തൺ, ജാവ ഇതുപോലെയുള്ള ലാംഗ്വേജസ് ഉണ്ട് വിച്ച് കൈൻഡ് ഓഫ് ലുക്സ് ലൈക്ക് ദിസ് അല്ലെ. ഇംഗ്ലീഷ് പോലത്തെ ലാംഗ്വേജസ് ആണ്. അപ്പം ഇറ്റ്സ് നോട്ട് ക്വൈറ്റ് ഇംഗ്ലീഷ്. ഇതിന് നമ്മൾ കുറെ ഇതിൻ്റെതായ സിൻടാക്സ്, ഇതിൻ്റെതായ റൈറ്റിംഗ് റൂൾസ് ഒക്കെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ ദ നെക്സ്റ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഓഫ് ദ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ജസ്റ്റ് ഇംഗ്ലീഷ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന ഭാഷകൾ തന്നെയായിരിക്കും. സോ ഇങ്ങനെയുള്ള എവല്യൂഷൻസ് വരുമ്പം നമ്മുടെ ജേർണിയിലെ ത്രില്ല് പോയോ എന്നുള്ളൊരു കാര്യമുണ്ട്. പക്ഷെ അതേ സമയത്ത് വി ആർ ഗെയിനിങ് മോർ എഫിഷ്യന്റ് സിസ്റ്റംസ്. അപ്പൊ ഇതിന്റെ ഒരു ബാലൻസ് ആണ്. വി ഹാവ് ടു ഫൈൻഡ് എ ബാലൻസ് ബിറ്റ്വീൻ ദ ടു.
യെസ്. ആൻഡ് യാ, AI ഇപ്പം എല്ലാ ഫീൽഡിലും വരുവാണ്. ജസ്റ്റ് ഇപ്പം എല്ലാരും എക്സാമ്പിൾസ് ഷെയർ ചെയ്തല്ലോ. അപ്പൊ അതേപോലെ ലൈക്ക് ഏത് ജോബ് ആണെങ്കിലും ഏത് പ്രൊഫഷൻ ആണെങ്കിലും വി ആർ ഫൈൻഡിങ് യൂസ് ഓഫ് AI. ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ കോളേജിൽ ഒരു ഫിലിം മേക്കിംഗ് വർക്ക്ഷോപ്പ് നടത്തി. ഇപ്പം എനിക്ക് ഫിലിം മേക്കിംഗ് ആയിട്ട് യാതൊരു ബന്ധവുമില്ല. ഞാൻ അധികം സിനിമകൾ കാണാറ് പോലും ഇല്ല. അപ്പം അവിടെ ആള് കുറവാന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. അപ്പം വെറുതെ പോയിരുന്നു ഞാൻ വെറുതെ പോയിരുന്നു. ഞാൻ വെച്ചു എനിക്കൊന്നും മനസ്സിലായില്ലായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് ടോട്ടലി റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അവിടെ പോയിരുന്നു. അവിടെ ചെന്നപ്പം everybody was asking, there were two directors there, assistant directors, and everybody was asking them questions on AI. അതായത് ഫിലിം മേക്കിംഗിൽ എങ്ങനെ AI എഫക്ട് ചെയ്യും, ആം, ഇനി ജോലിയൊക്കെ ഉണ്ടാവോ, അങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിക്കുന്നത്. ഇറ്റ് വാസ് എ വെരി ഇൻട്രസ്റ്റിംഗ് കോൺവെർസേഷൻ. ആൻഡ് അതിന്ന് എനിക്ക് മനസ്സിലായത് AI ഇപ്പം എല്ലായിടത്തും ഉണ്ട്, ആൻഡ് എവറിബഡി ഹാസ് ക്വസ്റ്റ്യൻസ് അബൌട്ട് AI. സോ ഇപ്പം ഫിലിം മേക്കിംഗിലെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ റീസെന്റ് സിനിമ ലോകയിലെ കുറെ ഡയറക്ടേഴ്സും അവരൊക്കെ പറയുന്ന കുറെ ഇന്റർവ്യൂസ് ഒക്കെ ഉണ്ട്, വേർ ദേ ഡിഡ് കുറെ എന്താണ് മോക്കപ്സ്, അതായത് ഒരു സീൻ നടത്തുന്നതിന് മുന്നേ അതിന്റെ ഉള്ള അതെങ്ങനെ ഇരിക്കും എന്നുള്ളൊരു വിഷ്വലൈസേഷൻ, അതൊക്കെ ദേ കുഡ് ഡു ഇറ്റ് വിത്ത് AI. അപ്പം അതൊക്കെ ഭയങ്കര പോപ്പുലർ ആയി വരികയാണ്. പക്ഷെ ഒരു സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഒരു ഐഡിയ AI കൊണ്ട് ചെയ്യാൻ പറ്റുമോ? അത് ദാറ്റ് സ്റ്റിൽ എ വെരി ഫാർ കോൺസെപ്റ്റ് അല്ലെ. പക്ഷെ നമ്മളൊരു ഐഡിയ കൊടുത്ത് നമുക്കൊരു വിഷൻ ഉണ്ടെങ്കിൽ AI ക്യാൻ ഹെൽപ്പ് us ഗെറ്റ് ദർ. അതാണ് ഇപ്പൊ AI നമ്മുടെ ഒരു പ്രൊഡക്ടിവിറ്റി ബൂസ്റ്റർ ആയിട്ട്, അതായത് നമുക്ക് നമ്മുടെ റെപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ കുറെ എനർജി വേസ്റ്റ് ചെയ്തിരുന്ന കാര്യങ്ങളിലൊക്കെ നമുക്ക് എനർജി സേവ് ചെയ്യാം. ആൻഡ് നമ്മുടെ ബ്രെയിൻ പവർ അല്ലെങ്കിൽ നമ്മുടെ ക്രിയേറ്റിവിറ്റി ഒക്കെ ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഇസ് വാട്ട് AI is. അല്ലെങ്കിൽ ഇന്നത്തെ ഒരു സ്റ്റേജിൽ നമുക്ക് AI അങ്ങനത്തെ ഒരു സംഭവമാണ്. മോർ ലൈക്ക് നമ്മുടെ ഒരു സമയം ബെറ്റർ ആയിട്ട് എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി. ആൻഡ് സോ ദാറ്റ് നമുക്ക് ചിന്തിക്കാനും നമ്മുടെ ഹ്യൂമൻ ക്രിയേറ്റിവിറ്റിക്കും ഹ്യൂമൻ എംപത്തിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കുറെ കൂടെ സ്പേസ് ഉണ്ട്, റാദർ ദാൻ ഡൂയിങ് റോബോട്ടിക് ടാസ്ക്. അപ്പം ലൈക്ക് ജസ്റ്റ് ലൈക്ക് ജോബ്സ് ഇവോൾവ് വർഷങ്ങൾ വെച്ചിട്ട് ഓരോ റെവല്യൂഷൻസ്, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വന്നു, ഇപ്പം AI റെവല്യൂഷൻ വരുന്നു. സോ അത്രേ ഉള്ളൂ, ജോബ്സ് ആർ ഗോയിങ് ടു ഇവോൾവ്. ആൻഡ് യാ, ഇതും എല്ലാവർക്കും ചിന്തിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ടാസ്ക് ഡു വി വോണ്ട് എൻ AI ടു ഡു? ഇനി ഇപ്പം നടക്കാത്ത അല്ലെങ്കിൽ ഇപ്പൊ ഇല്ലാത്തൊരു കാര്യം ഇപ്പൊ നമ്മളെല്ലാരും കുറെ പേര് ഷെയർ ചെയ്തു, എത്തെങ്കിൽ എല്ലാരും ആലോചിച്ചിട്ടുണ്ടാവും നമുക്ക് AI എങ്ങനെയൊക്കെ ഇപ്പൊ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. ഇനി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതും നമുക്ക് ആലോചിക്കാവുന്നതാണ്. സോ എന്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ എനിക്ക് വാട്സാപ്പ് മെസ്സേജസ് നോക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. എന്നുവെച്ചാൽ വാട്സാപ്പിൽ നമുക്ക് കുറെ ഗ്രൂപ്പ് ഉണ്ടാവും, നിറച്ച് മെസ്സേജസ് വരും, ആൻഡ് ഞാൻ ഇമ്പോർട്ടന്റ് മെസ്സേജസ് ഒക്കെ മിസ്സായിക്കും അല്ലെ. അപ്പം ഇങ്ങനെ ഈ വാട്സാപ്പ് മെസ്സേജസ് ഞാൻ ഇടയ്ക്ക് വിചാരിക്കാറുണ്ട്, ആക്ച്വലി എല്ലാ മെസ്സേജസും ഒരു സമ്മറി, വൈകുന്നേരം ഒരു 5 മണിയാകുമ്പോൾ എല്ലാ മെസ്സേജസിന്റെ ഒരു സമ്മറി, ആൻഡ് ഇതിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് മെസ്സേജിന് മാത്രം എന്നെ കൊണ്ട് റിപ്ലൈ ചെയ്യുക. ചുമ്മാ കണ്ടിട്ട് തുറന്നു വരുന്ന സാധനമാണെങ്കിൽ അതൊന്ന് റിപ്ലൈ ചെയ്യാണ്ടിരിക്കുക. ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് അയച്ചാൽ തിരിച്ച് ഓട്ടോമാറ്റിക്കലി ഗുഡ് മോർണിംഗ് ടെക്സ്റ്റ് അങ്ങോട്ട് പോവുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മുടെ ലൈഫിൽ ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യം കാണുമല്ലോ, അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പം അതൊക്കെ പ്രോബബ്ലി AIക്ക് ഈ വരുന്ന വർഷങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുള്ളൂ. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യം വാട്സാപ്പ് മെസ്സേജസിനെ സമ്മറൈസ് ചെയ്യാം. ചിലപ്പോൾ ഇതായിരിക്കും ഞാൻ അടുത്ത ചെയ്യാൻ പോകുന്ന പ്രോജക്ട്. ഇതൊരു സിമ്പിൾ സാധനമാണ്, നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇപ്പം എന്നെ പോലെ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഒരു കുട്ടിക്ക്, അല്ലെങ്കിൽ പ്രോബ്ലി ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടിക്കോ ആർക്ക് വേണമെങ്കിലും ഇതിപ്പം ChatGPT ഉപയോഗിച്ച് ഇതെങ്ങനെയാ ചെയ്യേണ്ടതെന്ന് പഠിച്ച് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ആൻഡ് ഇവൻച്വലി ഐ തിങ്ക് മെസ്സേജിങ് ആപ്സ്, വാട്സ്ആപ്പ്, മെറ്റ പോലെയുള്ള കമ്പനികൾ ഓൾസോ വിൽ ബ്രിങ് എ ഫീച്ചർ പ്രോബബ്ലി ഇനിയുള്ള വർഷങ്ങളിൽ. നമുക്ക് ഇമ്പോർട്ടന്റ് മെസ്സേജസ് മാത്രം കാണിച്ച് നമ്മുടെ പാറ്റേൺ വെച്ച് നമ്മൾ ചില മെസ്സേജസിന് കൺസിസ്റ്റന്റ്ലി റിപ്ലൈ കൊടുക്കാറില്ലല്ലോ. അതായത് പോസ്റ്റേഴ്സ്, ഫോർവേഡ് മെസ്സേജസ്, ഇതൊന്നും നമ്മൾ റിപ്ലൈ കൊടുക്കാറില്ലല്ലോ. അപ്പൊ അതിന് ചിലപ്പോൾ അത് റിപ്ലൈ കൊടുക്കാതെ വെക്കാം, അല്ലെങ്കിൽ അതിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് മെസ്സേജ് എന്ന് സോർട്ട് ചെയ്ത് നമ്മളെ കാണിക്കും. സോ അങ്ങനത്തെ കുറെ ആപ്ലിക്കേഷൻസ് ഒക്കെ ഇനി വന്നേക്കാം. നമുക്ക് അങ്ങനത്തെ പല ഐഡിയാസ് കാണും, അതൊക്കെ ഒരുപക്ഷെ നമുക്ക് ഓൾറെഡി ചെയ്യാൻ പറ്റും. ആൻഡ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞൊരു എക്സാമ്പിൾ, വാട്സ്ആപ്പ് മെസ്സേജിന്റെ എക്സാമ്പിൾ, ഇതൊക്കെ ഏജന്റിക് AI ആണ്. ഏജന്റിക് AI എന്ന് പറഞ്ഞാൽ ഇപ്പം വളർന്നു വരുന്ന ഒരു ഫീൽഡാണ്, വിച്ച് മീൻസ് ChatGPT അല്ലെങ്കിൽ LLMs, ലാർജ് ലാംഗ്വേജ് മോഡൽസ് വർക്ക് ചെയ്യുന്നത് നമ്മൾ അങ്ങോട്ട് ഒരു പ്രോംപ്റ്റ് കൊടുത്താലേ അതെന്തെങ്കിലും ഇങ്ങോട്ട് പറയുള്ളൂ അല്ലെ. വെറുതെ ഇരിക്കുന്ന ഒരു ChatGPT നമുക്ക് ഹലോ സുഖാണോ എന്ന് ചോദിച്ച് നമുക്കൊരു മെസ്സേജ് തരില്ല. ബട്ട് റാദർ നമ്മൾ വി ആസ്ക് എ ക്വസ്റ്റ്യൻ ആൻഡ് ഇറ്റ് ഡസ് സംതിങ് ഫോർ us. പക്ഷെ ഏജന്റിക് AI വാട്ട് ഇറ്റ് ഡസ് ഇസ്
ലെറ്റ് മീ തിങ്ക് ഓഫ് എൻ എക്സാമ്പിൾ. ഓക്കെ, നമ്മുടെ ഫ്രിഡ്ജിൽ പാല് തീർന്നു പോയാൽ വാട്ട് ഏജന്റ് കെ ഐ ഡസ് ഇസ് ചിലപ്പം സ്വിഗ്ഗി ഇൻസ്റ്റമാർട്ടിൽ അതൊരു ഓർഡർ പ്ലേസ് ചെയ്യും പാലിനുള്ള. അപ്പൊ 20 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ ഡോറിന്റെ ഫ്രണ്ടിൽ 2 പാക്കറ്റ് പാല് വന്നിരിപ്പുണ്ടാവും. മനസ്സിലായോ? സോ തിങ്കേഴ്സ് അത് തന്നെ ഒരു ഡിസിഷൻ എടുക്കുകയാണ്. വി ഡോണ്ട് നീഡ് ടു പ്രോംപ്റ്റ് ഹിയർ. അതായത് നമ്മൾ ചോദിക്കുന്നില്ല എനിക്ക് എത്ര പാല് വേണ്ടി വരും എന്നുള്ള കാര്യം. ബിക്കോസ് ഇറ്റ് ലേൺസ് ബേസ്ഡ് ഓൺ അവർ യൂസേജ്. ഇതൊരു വീക്ക് ഡേ ആണ്, സോ 2 നേരം ചായ കുടിക്കാനുള്ള പാലായിരിക്കും വേണ്ടത് എന്നത് പഠിച്ചെടുത്തിട്ട് ആ ഒരു ഡേറ്റയിൽ നിന്ന് അത് പഠിച്ചെടുത്ത് ഇറ്റ് വിൽ ഓർഡർ നമുക്ക് വേണ്ടത്രയും സാധനങ്ങൾ. ആൻഡ് ഇറ്റ് ടേക്സ് ഇറ്റ്സ് ഡിസിഷൻസ് ഓൺ ബൈ ഇറ്റ് സെൽഫ്. അല്ലെ, നമ്മൾ പറയുന്നില്ല ഇങ്ങനെ ഒരു ഇത് വെക്കണം എന്നുള്ളൊരു കാര്യം, പക്ഷെ ഇറ്റ് ഡസ് ദ ഡിസിഷൻ. പ്രോബ്ലി നമ്മളെ ഒന്ന് ഇൻഫോം ചെയ്യായിരിക്കും ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത്. പക്ഷെ ഏജന്റ് കെ ഐ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇപ്പോഴും ദറ്റ്സ് നോട്ട് വെരി റിയൽ. അതിൽ കുറെ റിസർച്ചസ് ഒക്കെ നടക്കുന്നതേ ഉള്ളൂ. പക്ഷെ എന്നാലും ലോട്ട് ഓഫ് പീപ്പിൾ ആർ എക്സ്പ്ലോറിങ് ഇറ്റ്. എ ഐ ഏജൻസ് അല്ലെങ്കിൽ ഏജന്റ് കെ ഐ. LLMs നമ്മളോട് ഒരു കാര്യം ഇങ്ങനെയൊക്കെ ചെയ്യാം എന്ന് പറയുമ്പോൾ എ ഐ ഏജൻസ് അത് നമുക്ക് വേണ്ടി ചെയ്തു തരാണ്. ഇപ്പൊ നമ്മള് ഒരു ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നു. അപ്പം വാട്ട് എൻ എ ഐ ഏജന്റ് വിൽ ഡു ഇസ് ജസ്റ്റ് ഇപ്പൊ ChatGPT-യോട് നമ്മൾ ചോദിച്ചാൽ ഓക്കെ ഇന്ന സ്ഥലത്തേക്കുള്ള ഫ്ലൈറ്റ്സ് എന്ന് പറഞ്ഞ് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഗിവ് ഭയങ്കര നല്ലൊരു ഔട്ട്പുട്ട്, ബെറ്റർ ദൻ ഗൂഗിൾ. അതായത് ഇങ്ങനെയൊക്കെ പോവാം, അല്ലെങ്കിൽ ഇതൊക്കെയാണ് ഫ്ലൈറ്റ്സ്, എല്ലാ സൈറ്റിൽ നിന്നും ഒരു സമ്മറി ഒക്കെ നമുക്ക് തരും, എവിടെയാണ് ലോവസ്റ്റ് പ്രൈസസ് എന്നൊക്കെ തരും. പക്ഷെ ഇപ്പം ഏജന്റ് കെ ഐ എന്തായിരിക്കും ചെയ്യുന്നതെന്ന് വെച്ചാല് നമ്മള് ഇത്രയും ഫ്ലൈറ്റ്സിന്റെ പ്രൈസ് എടുക്കും. അപ്പൊ ഇതെല്ലാം നമ്മുടെ ബഡ്ജറ്റിന്റെ വെളിയിലാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇത്രയും കാശേ ഉള്ളൂ. അപ്പൊ ഇത് നമ്മുടെ ബഡ്ജറ്റിന്റെ വെളിയിലാണെങ്കിൽ പ്രോബബ്ലി ഇറ്റ് വുഡ് സജസ്റ്റ് ആസ് എ ട്രെയിൻ റൈഡ്. ആൻഡ് അതിന്റെ ഇടയ്ക്ക് ലൈക് പകുതി വെച്ച് ഒരു സ്റ്റോപ്പ് ഉണ്ടാവും ചിലപ്പം വേറെ ഏതെങ്കിലും ഒരു ഡെസ്റ്റിനേഷൻ കാണാൻ. അപ്പൊ ഇതൊന്നും നമ്മൾ അതിനോട് പ്രോംപ്റ്റ് ചെയ്ത് കൊടുത്തിട്ടില്ല, പക്ഷെ നമ്മുടെ ഇൻട്രസ്റ്റുകൾ അതിന് ഓൾറെഡി അറിയായിരിക്കും. സോ ഇറ്റ് വിൽ സജസ്റ്റ് അസ് ഓക്കെ നിനക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ള ഒരു സ്ഥലം ഈ ട്രെയിൻ റൈഡിന്റെ ഇടയിലുണ്ട്, മേ ബി യു ക്യാൻ സ്റ്റോപ്പ് ദർ. അല്ലെങ്കിൽ ദർ ഇസ് ദിസ് പെർട്ടിക്കുലർ ഫുഡ് ദാറ്റ് യു വാണ്ട് ടു ട്രൈ ഫ്രം ദിസ് പ്ലേസ്, സോ പ്രോബബ്ലി ട്രെയിൻ റൈഡ് ആയിരിക്കും ബെറ്റർ എന്ന് അത് ഓട്ടോമാറ്റിക്കലി ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്യും. ഓൾദോ വി മെൻഷൻഡ് നത്തിങ് അബൌട്ട് എ ട്രെയിൻ റൈഡ്. മനസ്സിലായോ? അപ്പം ഇറ്റ് ടേക്സ് ഡിസിഷൻസ് ഫോർ അസ്. ആൻഡ് ദെൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഹോൾ പാക്കേജ് എല്ലാം സെറ്റ് ആക്കി തന്ന് ഇറ്റ് വിൽ ബി ദർ whole throughout. Ipo ChatGPT cannot book a ticket for us. It cannot make any sort of decision for us. പക്ഷെ agentic AI is the future. ഇതിൽ ഒത്തിരി റിസർച്ചസ് നടക്കുന്നതേ ഉള്ളൂ. And like in the immediate future, maybe in 2 or 3 years, agentic AI will see a large amount of growth. That's what everybody is expecting. And another thing that I want to emphasize is AI എന്ന് പറയുന്നത് ChatGPT മാത്രമല്ല. നമ്മൾ കാണുന്ന ChatGPT, Gemini, LLMs-ന് മുന്നേ AI ഉണ്ടായിരുന്നു അല്ലെ? In all sorts of places like YouTube, Google Maps, speech to text, ഇവിടൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ ഡ്രഗ് ഡിസ്കവറി അല്ലെങ്കിൽ മെഡിസിൻ ഫീൽഡില് there is this Alphabet എന്ന് പറഞ്ഞാൽ ഗൂഗിളിന്റെ പേരന്റ് കമ്പനിയാണ്. അവരുടെ AlphaFold, ഓക്കെ, ഡീപ് മൈൻഡിന്റെ തന്നെ ഒരു പ്രോഡക്റ്റ് ആണ് ഈ AlphaFold. AlphaFold predicts the structure of protein. ഈ പ്രോട്ടീന്റെ സ്ട്രക്ചർ predict ചെയ്യുന്നതില് there were researches going on for more than 50 years, 50, okay? And then ഇത് 4 വർഷത്തിനുള്ളിലാണ് ഈ AlphaFold എന്ന് പറഞ്ഞ മോഡല് ഗൂഗിളിന്റെ ഡീപ് മൈൻഡ് എടുത്തത്. സോ അവര് 4 വർഷത്തിനുള്ളിൽ ഈ 50 വർഷം കൊണ്ട് നടക്കാത്ത ഒരു പ്രോഗ്രസ് ആണ് ഈ ഒരു ഫീൽഡ് ഓഫ് റിസർച്ചിൽ കൊണ്ടുവന്നത്. സോ സോ ദോസ് ആർ ഓൾ ബിഗ് തിങ്സ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ മാത്രമല്ല, എല്ലാ ഫോം ഓഫ് റിസർച്ച് അല്ലെങ്കിൽ എല്ലാ ഫീൽഡിലും AI is there, and it's not just a large language model. പിന്നെ ഫൈനാൻസ് ആൻഡ് സൈബർ ഫ്രോഡ് ഡിറ്റക്ഷൻ, സൈബർ സെക്യൂരിറ്റി ഒക്കെ ഇപ്പോൾ ഒത്തിരി അഡ്വാൻസ്ഡ് ആകുന്നുണ്ട്. ബിക്കോസ് നമുക്കിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന പാറ്റേൺസ് ഒക്കെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഇതൊരു സ്പാം ആണെന്നുള്ള കാര്യം അല്ലെങ്കിൽ ഇതൊരു അറ്റാക്ക് ആണെന്നുള്ളൊരു കാര്യം നമുക്ക് ബെറ്റർ ആയിട്ട് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും ബിക്കോസ് ഓഫ് AI. യെസ്, ആൻഡ് ഇപ്പൊ നമ്മൾ കാണുന്ന AI എല്ലാം ഇമേജ് ജനറേഷൻ, വീഡിയോ ജനറേഷൻ, നമ്മൾ കാണുന്ന പേഴ്സണലൈസ്ഡ് ട്യൂട്ടേഴ്സ്, നോട്ട്ബുക്ക് LM, ChatGPT, ഇവരെല്ലാം നമുക്ക് കാണുന്ന co-pilot assistants, ഇതെല്ലാം is just the tip of the iceberg. നമുക്ക് ആക്സസിബിൾ ആയിട്ടുള്ള ആസ് കോമൺ പീപ്പിൾ നമുക്ക് ആക്സസിബിൾ ആയിട്ടുള്ളത് ഒരു വളരെ കുറച്ച് % ഓഫ് ദ ആക്ച്വൽ ടെക്നോളജി ദാറ്റ് ഇസ് ദെയർ വിത്ത് ബിഗ് ടെക് ജയൻസ്. ഇപ്പോൾ ഉള്ള ബിഗ് കമ്പനീസ്, പ്രോബ്ലി OpenAI, ഗൂഗിൾ, ഇവരുടെ അടുത്തൊക്കെ നമ്മൾ
ഉദ്ദേശിക്കുന്നതിലും അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതിലും നല്ല പവർഫുൾ മോഡൽസ് ഓൾറെഡി ഉണ്ടായിരിക്കും. ഇത് ചിലപ്പോൾ ഒരു 4-5 വർഷം കഴിഞ്ഞിട്ടേ നമുക്ക് ആക്സസിബിൾ ആയിട്ട് ഉണ്ടാവത്തുള്ളൂ. സോ ദേ ആർ 4-5 years ahead of us. ബിഗ് ടെക് കമ്പനീസ് ആൻഡ് ദ റിസർച്ച് ഇസ് ആക്ച്വലി 4-5 years ahead of us. അല്ലെങ്കിൽ നമുക്ക് ആക്സസിബിൾ ആയിട്ടുള്ള ടെക്നോളജി. സോ ബി അവെയർ ദാറ്റ് വാട്ട് വി ആർ സീയിങ് ഇസ് നോട്ട് the biggest thing. അതിലും വലിയ സംഭവങ്ങൾ is actually going on right now as we speak. കുറെ ബ്രേക്ക് ത്രൂസ് നടക്കുന്നുണ്ടാവാം. ആൻഡ് ഇനിയുള്ള റിസർച്ചേഴ്സ് ആൻഡ് ഇന്നോവേഷൻസ് ആൻഡ് ഓൾമോസ്റ്റ് ഓൾ ഫീൽഡ്സ്, ലൈക് സാം ഓൾട്ട്മന്റെ ഒരു ഇന്റർവ്യൂല് പറഞ്ഞതാണ്, ലൈക്ക് ഒരു പോഡ്കാസ്റ്റിൽ പുള്ളി മെൻഷൻ ചെയ്തതാണ്, ലൈക്ക് ഇനിയുള്ള ലൈക്ക് ഇന്നോവേഷൻസിലൊക്കെ പ്രോബ്ലി അറൌണ്ട് 2027 or 2026 what we'll be seeing is ഒരു ഇന്നോവേറ്റർ വുഡ് ബി ChatGPT, ഒരു ഇന്നോവേറ്റർ വുഡ് ബി an AI bot also. അതായത് അത്രയും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടാവും ഇന്നോവേഷൻസ്. ChatGPTക്ക് തന്നെ ഒരു ഇന്നോവേഷൻ നടത്താൻ പറ്റുന്ന ഒരു സ്റ്റേജ്, അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ്ലി ന്യൂ സാധനം തിങ്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന സ്റ്റേറ്റ് ആണ് നമ്മൾ സൂപ്പർ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അതൊരു ഭയങ്കര ബ്രോഡ് സംഭവമാണ്. നമ്മള് ഒരുപക്ഷെ സിനിമയിലും അല്ലെങ്കിൽ സൈഫൈയിലും ഒക്കെ കാണുന്ന ഒരു സയൻസ് ഫിക്ഷൻ ആണോ അതൊരു പോസിബിൾ റിയാലിറ്റി ആണോ എന്ന് ഇന്നും റിസർച്ചേഴ്സ് ആൻഡ് ടെക് ലീഡേഴ്സ് ക്വസ്റ്റ്യൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഡിബേറ്റ് ചെയ്യുന്ന ഒരു ഫീൽഡാണ് സൂപ്പർ ഇന്റലിജൻസ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ് എന്നൊക്കെ നമ്മൾ പറയുന്നത്, AGI. സോ ഇതിന്റെ കോൺസെപ്റ്റ് ഇസ് ദാറ്റ്, സൂപ്പർ ഇന്റലിജൻസിന്റെ കോൺസെപ്റ്റ് ഇസ് ദാറ്റ് ഒരു കമ്പനിയുടെ റിസർച്ച് ടീമിനേക്കാളും നന്നായിട്ട് അതിലും നന്നായിട്ട് ഒരു AI-ക്ക് റിസർച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്നേക്കാൾ നന്നായിട്ട് ഈ ഒരു സെഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇൻ ടേംസ് ഓഫ് ലൈക്ക് ആക്ച്വലി ബി ഹിയർ ഇൻ വീഡിയോ അല്ലെ, അല്ലെങ്കിൽ ഇൻ എക്സ്പ്ലനേഷൻസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ആസ് എ ഹ്യൂമൻ കണക്ട് ചെയ്യാൻ പറ്റുന്നതിലും കൂടുതൽ AI-ക്ക് കണക്ട് ചെയ്യുന്ന ഒരു സമയം വന്നാൽ ദാറ്റ് ഇസ് കോൾഡ് സൂപ്പർ ഇന്റലിജൻസ്. ഇത് ആരെയും പാനിക് ചെയ്യാൻ വേണ്ടിയൊന്നും പറയുന്ന ഒരു കാര്യമല്ല, പക്ഷെ ദിസ് മൈറ്റ് ബി എ പോസിബിൾ റിയാലിറ്റി. ബിക്കോസ് നമ്മൾ പണ്ട് സയൻസ് ഫിക്ഷൻ ആണെന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യമാണ് ഇമേജ് ജനറേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ ദാറ്റ് ഇസ് ഹാപ്പനിങ് ഇപ്പോ അല്ലെ. സോ ദിസ് മൈറ്റ് ബി എ പോസിബിൾ റിയാലിറ്റി. പക്ഷെ സ്റ്റിൽ അക്കോർഡിംഗ് ടു റിസർച്ചേഴ്സ് ആൻഡ് അക്കോർഡിംഗ് ടു പീപ്പിൾ ഇൻ ടെക് റൈറ്റ് നൗ, ദിസ് ഇസ് ഫാർ ഫ്രം ട്രൂ. നമ്മൾ ഇതിന്റെ ഒരു 7 അയലത്ത് എത്തിയിട്ടില്ല. ഇന്ന് നമ്മൾ ചെയ്യുന്ന ChatGPT ചെയ്യുന്ന വർക്കൊക്കെ ഭയങ്കര നാരോ ടാസ്ക്സ് ആണ്. ഭയങ്കര it's only doing a portion of things for us. അല്ലെങ്കിൽ നമ്മൾ ആസ് ഹ്യൂമൻസ് വാട്ട് വി ഡു, അതിന്റെ ഒരു സർട്ടൻ പെർസെന്റ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു ടാസ്ക് മാത്രമേ, സ്പെസിഫിക് ടാസ്കുകൾ മാത്രമേ ChatGPTക്കും ഇപ്പോൾ AIസിനും ചെയ്യാൻ പറ്റത്തുള്ളൂ. വി ആർ ഫാർ അവേ ഫ്രം ദിസ് കോൺസെപ്റ്റ് കോൾഡ് ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഐ കാൺ പ്രോമിസ് യു ദാറ്റ് ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു കം. ഇറ്റ് മൈറ്റ് കം. സോ ആ സമയത്ത് we would be worried about what happens to നമ്മുടെ ജോബ്സ് അല്ലെ. ആസ് ഓഫ് നൗ, ഐ കൻ സ്പീക്ക് ആസ് ഓഫ് നൗ, നമുക്ക് ഫ്യൂച്ചറിനെ കുറിച്ച് ആക്ച്വലി ഒന്നും പറയാൻ പറ്റില്ല. ആസ് ഓഫ് നൗ വാട്ട് വി കൻ സേ ഇസ് ദാറ്റ് ഇപ്പൊ തന്നെ ജോബ് മാർക്കറ്റ് ഇസ് ഷിഫ്റ്റിംഗ് ടു മോർ ക്രിയേറ്റീവ് പീപ്പിൾ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ചിന്തിക്കാൻ കഴിവുള്ള ആൾക്കാരിലേക്കാണ് ജോബ് മാർക്കറ്റ് പോകുന്നത്. അല്ലെങ്കിൽ ജോബ്സ്, കമ്പനീസ്, എവറിബഡി നീഡ് പീപ്പിൾ വിത്ത് മോർ ഹ്യൂമെയിൻ ക്വാളിറ്റീസ്, അതായത് ഹ്യൂമൻ വാല്യൂസ് ഉള്ള എംപതി, കമ്പാഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി, തിങ്കിങ് ഔട്ട് ഓഫ് ദ ബോക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളുള്ള ആൾക്കാരെയാണ് വേണ്ടത്. ബിക്കോസ് ടു ഡു എ റെപ്പിറ്റേറ്റീവ് ടാസ്ക് വി ഹാവ് മെഷീൻസ് അല്ലെ. കാര്യങ്ങൾ മെമ്മറൈസ് ചെയ്യേണ്ട കാര്യം പണ്ടേ ഇല്ലായിരുന്നു, ബിക്കോസ് ഗൂഗിൾ വാസ് ദെയർ. ഇപ്പം മെമ്മറൈസ് മാത്രമല്ല, ഒരു കാര്യത്തിനെ കുറിച്ച് നമുക്കൊരു റിസർച്ച് പേപ്പർ വരെ അത് ഉണ്ടാക്കി തരും. പക്ഷെ ദ തിങ് ഈസ്, നമുക്കത് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റണം. ഒരു ഗിവൺ ഇൻഫർമേഷൻ വെച്ച് ഇനി ഇവിടുന്ന് ഒരു പുതിയ കാര്യം എങ്ങനെ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഇനി ഇവിടുന്ന് ഒരു പുതിയ പാത്ത് എങ്ങനെ കണ്ടുപിടിക്കാം, ഇപ്പൊ ആൾക്കാർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്താണ് എന്നൊക്കെ ഒരു കമ്പാഷനോടെ അല്ലെങ്കിൽ എംപതിയോടെ മനസ്സിലാക്കാൻ പറ്റണം. അതിനനുസരിച്ച് വേണ്ട ഇന്നോവേഷൻസ് കൊണ്ടുവരാൻ പറ്റണം. ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് നമുക്ക് വേണ്ടത്. ആൻഡ് ദെൻ ഇന്നോവേഷൻസ് എന്ന് പറയുമ്പോൾ ഭയങ്കര വലിയ വലിയ കാര്യങ്ങളൊന്നും വേണമെന്നില്ല. ക്യാൻ ബി ആസ് സിമ്പിൾ ആസ് ഒരു ആപ്പിൽ ഒരു പുതിയ ഫീച്ചർ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും വേണ്ടത്. പക്ഷെ ആ ഒരു ഇന്നോവേഷൻ ആസ്പെക്ട് ആൻഡ് തിങ്കിങ് ഡിഫറെന്റ്ലി, ആ ഒരു കാര്യം, ദാറ്റ് ഇസ് വാട്ട് ജോബ്സ് ആർ ഗോയിങ് ടു റിക്വയർ ഫ്രം അസ്. ആൻഡ് ടു ബി ദ ലാസ്റ്റ് പീപ്പിൾ റീപ്ലേസ്ഡ് ബൈ AI, ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ബീങ് വെരി ഫ്ലെക്സിബിൾ അല്ലെ. യെസ്, ദിസ് ഇസ് എ ക്വസ്റ്റ്യൻ ദാറ്റ്
we should ask ourselves as AI is advancing, what does it mean to be a human in the age of artificial intelligence? Or ഈ ഒരു സമയത്ത് the way we look about our careers, the way we look about education system, അല്ലെ പണ്ട് നമുക്ക് 5-year പ്ലാനും 10-year പ്ലാനും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. ഇപ്പൊ I don't think we can even make a 1-year plan പക്കായിട്ട്, because we don't know what technologies are coming 1 year down the line. അപ്പം the thing that we can do as humans is to have all the human values as possible. അതായത് creativity, imagination, empathy for other humans, ethics, moral values, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരായിട്ട് വരാനാണ് നമുക്ക് like that should be our priority as people who are working in AI, using AI എല്ലാം. And willingness to learn and adapt is one of the biggest things. അതായത് technology is changing, നമുക്ക് the മാർക്കറ്റിൽ വേണ്ട അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ വേണ്ട കാര്യങ്ങൾ ആ ചേഞ്ചിങ് സോ ഫാസ്റ്റ്. അപ്പം എത്ര പെട്ടെന്ന് നമുക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാനും അഡാപ്റ്റ് ചെയ്യാനും പറ്റുന്നു, അത്രയും നമ്മുടെ വാല്യൂ വുഡ് ബി ഹയർ. ആൻഡ് ടു തിങ്ക് ക്രിയേറ്റീവ്ലി ആൻഡ് ഇന്നോവേറ്റ്. എഐനെ ഉപയോഗിച്ച് നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്നത് അറിയണമെങ്കിൽ വി നീഡ് എ ഹ്യൂമൻ റൈറ്റ് ദെയർ ഇൻ ദ മിഡിൽ. സോ ടു ബി ദാറ്റ് പേഴ്സൺ, അതായത് ചുമ്മാ കുറെ കാര്യങ്ങൾ പഠിച്ച് ഓർത്ത് വെച്ച് എഴുതുന്ന മാത്രം അല്ല, to actually actively solve. And I think like I am a big advocate to change the way we learn. അതായത് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം കുറെയൊക്കെ മാറ്റണം എന്നാണ് ഞാൻ ആക്ച്വലി ഭയങ്കര സ്ട്രോങ്ലി ബിലീവ് ചെയ്യുന്നത്. ആൻഡ് വൺ ബിഗ് റീസൺ ഇസ് ദിസ്, ബിക്കോസ് നമ്മള് കുട്ടികളെ ഓരോ കോൺസെപ്റ്റ്സും തിയറംസും ഒക്കെ പഠിപ്പിക്കുന്നു. ഇൻസ്റ്റെഡ് ഓഫ് മേക്കിംഗ് ദം ലേൺ ഓർ ഡു ക്വസ്റ്റ്യൻസ് ഓർ അപ്ലൈ ഫോർമുലാസ്, അതിന്റെ ടൈം കഴിഞ്ഞു. Now we want them to actually go ahead and build a project. അവർ പഠിച്ച സാധനം വെച്ച് ആൾക്കാർക്ക് ഉപയോഗമുള്ള രീതിയിൽ ഒരു സാധനം എങ്ങനെ ബിൽഡ് ചെയ്യാം, അവരുടെ മനസ്സിൽ ആ റൈറ്റ് എത്തിക്സ് ഉണ്ടോ, അല്ലെങ്കിൽ യുനോ ഇപ്പം ആ ഒരു കോൺസെപ്റ്റ് അവർക്ക് ആക്ച്വലി ഉപയോഗിക്കാൻ അറിയാമോ, മോർ ഹാൻഡ്സ് ഓൺ ലേണിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങൾ വേണം. ഒരു ട്രിഗ്നോമെട്രിക് ഫോർമുല പഠിച്ചിട്ട് വാട്ട് വി ഡു റൈറ്റ് നൗ ഇസ് അതിന്റെ ആപ്ലിക്കേഷൻ ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യും. Finding the height of a mountain, finding the height of a tower. We solve those questions. That is great. We absolutely need that. അത് വേണം. പക്ഷെ we should also let the kids go out and actually find the height of a tree or find the height of a tower using trigonometry. Let them do it. Because ഇപ്പൊ അത് ആക്ച്വലി അത്ര പാടല്ല ഒരു പുതിയ കാര്യം ഫിഗർ ഔട്ട് ചെയ്യാൻ. They have the resources. ChatGPT, AI, everything is there. So let them learn and അവരെ ചലഞ്ച് ചെയ്യുന്ന രീതിയിൽ എങ്ങനെ എഡ്യൂക്കേഷൻ വേണമെന്നും റീതിങ്ക് ചെയ്യണം. I know that there are a lot of teachers here. That's why I'm emphasizing education too, at least. And some of you, most of you might be parents. So when you teach your kids, it's not about how much they score in their exams or how much they reproduce in their exams. Of course, that is important. Questions ചെയ്യണം, ഫോർമുലാസ് അറിയണം, ബേസിക്സ് അറിയണം, ദാറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. പക്ഷെ അതിലും കൂടുതൽ അവര് പഠിച്ച കാര്യം അവർക്ക് മനസ്സിലാവുണ്ടോ, അല്ലെങ്കിൽ അവരുടെ ചുറ്റും കാണുന്ന ഒരു പ്രോബ്ലത്തിന് അവർക്കൊരു സൊല്യൂഷൻ ആ പഠിച്ച കാര്യം വെച്ച് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിങ്. ആൻഡ് I think education is something that is lagging very behind in terms of AI. Even higher education. ഇപ്പം കോളേജിൽ പഠിക്കുന്ന കാര്യങ്ങളും പലതും it needs to actually change. കുറെ they're trying to change it, പക്ഷെ a lot of change needs to come in the aspect of needing more innovation. അതായത് എല്ലാവരും ഒരു ഇൻവെന്റേഴ്സ് അല്ലെങ്കിൽ ആ ഒരു ഇന്നോവേറ്റേഴ്സിന്റെ ഒരു മൈൻഡ് സെറ്റ് എല്ലാവർക്കും വേണം. തിങ്കിങ് ഔട്ട് ഓഫ് ദ ബോക്സ്. അതായത് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ച അതേ മെത്തേഡ് മാത്രമല്ല, വാട്ട് അതർ വേസ് ക്യാൻ വി ഡു ഇറ്റ്, വേർ എൽസ് ക്യാൻ വി അപ്ലൈ ഇറ്റ്, അങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ആണ് ഇനിയുള്ള എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ബിക്കോസ് വി ഡോണ്ട് നോ ദ ഫ്യൂച്ചർ. പണ്ടത്തെ പോലെ ഇങ്ങനെ പഠിച്ചു, ഇങ്ങനെ ചെയ്തു, ഇങ്ങനെ ഒരു ജോലി കിട്ടി, യു വിൽ ബി ദെയർ ഇൻ ദാറ്റ് ജോബ് for 30 or 40 years. അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. The job is going to change. So എത്ര പെട്ടെന്ന് പഠിക്കാം, എത്ര പെട്ടെന്ന് പുതിയ കാര്യങ്ങളിലേക്ക് അഡാപ്റ്റ് ചെയ്യാം, that is the most important skill needed to be future ready. As far as I know, നമുക്ക് ഫ്യൂച്ചറിൽ എന്താ നടക്കാൻ പോകുന്നതെന്ന് അറിയില്ല, പക്ഷെ this is the thing that we can do to be safe. Yeah. Yes, I think that's all I had to share. ഇനി എന്തെങ്കിലും questions താങ്ക് ഒക്കെ യു നന്ദിത ഫോർ ദ വണ്ടർഫുൾ സെഷൻ. സൂപ്പർ. ആദ്യമായിട്ട് നമ്മള് ലാലിയെ വിളിക്കാം. ലാലി കൈ ഉയർത്തിയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇന്ദിര.
കേട്ടാ. ആരാണ് പറയാൻ പോകുന്നത്? എന്നാ ഇന്ദിര പറഞ്ഞോ, ലാലി മാഡം വരുന്നതേ ഉള്ളൂ. പറഞ്ഞോ. ഹലോ നന്ദിത, നല്ല ടോപ്പിക് ആയിരുന്നു. ഞാൻ ആദ്യം മുതൽ തുടക്കം കുറച്ച് കേട്ടിരുന്നുണ്ടെങ്കിലും വളരെ നന്നായി, വളരെ സിമ്പിളായിട്ട് അവതരിപ്പിച്ചു. കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു, ഒട്ടും ബോറടിക്കാതെ. ഞാൻ 2 കാര്യങ്ങളാണ് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ ചോദ്യമല്ല, എൻ്റെ ഒരു അനുഭവമാണ്. ഞാൻ വെറുതെ എൻ്റെ പേര് ജെമിനിയിൽ ഒന്ന് അടിച്ചു കൊടുത്തപ്പോൾ എന്നെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷനൊക്കെ വന്നു. അപ്പൊ ഞാൻ അറിയില്ലാത്ത ജോലിയിലൊക്കെ എന്നെ വെച്ചിരിക്കുക. ഞാൻ ഡയറക്ടറാണ് അഗ്രികൾച്ചറിലെ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നു. അപ്പൊ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് ചോദിച്ചു, നീ ആവശ്യമില്ലാത്ത ഡേറ്റ ഒക്കെ കൊടുത്തോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാനൊന്നും കൊടുത്തില്ല, അത് സെർച്ച് ചെയ്ത് കൊണ്ടുവരണല്ലേ, ഞാനൊന്നും നോക്കിയില്ലെന്ന്. 2 ദിവസം കഴിഞ്ഞ് വീണ്ടും നോക്കിയപ്പോ ഉണ്ട്, കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോ ഈ പറഞ്ഞ ഫോൾസ് ഇൻഫർമേഷൻ അത് കളക്ട് ചെയ്തു തരുന്നു എന്നുള്ളത് അത് തന്നെയാണ്. അത് ഒരു പ്രാവശ്യം ഇൻഫർമേഷൻ കളക്ട് ചെയ്തതല്ല പിറ്റേ പ്രാവശ്യം കാണിക്കുന്നത്, ഡിഫറെന്റ് ആണ് ഇത് കാണിക്കുന്നത്. അപ്പൊ നന്ദിത പറഞ്ഞ പോലെ അവിടെയൊക്കെ കുറച്ച് മിസ്റ്റേക്കുകളുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം എനിക്ക് ഒരു ചോദ്യമാണ്. എന്താ വെച്ചാൽ നമ്മളിപ്പോ പല ആളുകളും ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ടല്ലോ, ക്വസ്റ്റ്യൻ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഡൗട്ട് വരുന്നത് വെച്ചാൽ, ഞാനൊരു സിഗ്നൽ പ്രോസസ്സിങ്ങിന്റെ ഒരു ക്വസ്റ്റ്യൻ കുറച്ചൊക്കെ അതിന് ഫിൽ ചെയ്യാൻ കൊടുത്തു. അപ്പൊ നല്ല രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ എനിക്ക് ഉണ്ടാക്കി തന്നു വിചാരിക്കും. വേറെ ആളുകൾക്ക് ഞാൻ കൊടുത്ത ക്വസ്റ്റ്യൻ ആക്സസ് അവർക്കും കിട്ടുമല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് ആ ക്വസ്റ്റ്യൻ ലീക്ക് ചെയ്ത് പോവുകയല്ലേ ചെയ്യുന്നത്? അങ്ങനെ വരില്ലേ? അപ്പൊ മിക്കവാറും ഞാനിപ്പോ എൻ്റെ ഒരു ക്ലാസ്മേറ്റ് ഒരു ക്വസ്റ്റ്യന്റെ കാര്യം പറഞ്ഞു. ടീച്ചർ, ജെമിനിയിലൊക്കെ നമുക്ക് എത്ര സിമ്പിളാന്നറിയോ, ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവനിങ്ങ് ക്വസ്റ്റ്യൻ ശരിയാക്കി തരുന്നു. അപ്പൊ എനിക്കൊരു ഡൗട്ട് ഉണ്ടായി. കാരണം എന്താ വെച്ചാൽ ഇത് തന്നെ കുട്ടികൾക്ക് മാർക്ക് വേണേലും ആക്സസ് ചെയ്യാൻ പറ്റില്ലേ? അപ്പൊ അതിന്റെ ആ ഒരു സെക്യൂരിറ്റി അത് എത്രത്തോളം ഇതായിരിക്കും? അതാണ് രണ്ടാമത്തെ ഒരു ഇത് പറയുന്നത്. മൂന്നാമത്തെ ഒരു ഇതെന്ന് വെച്ചാൽ, നമ്മൾക്ക് ഇപ്പം നമ്മളുടെ മൂഡിനനുസരിച്ച് ഇപ്പൊ എൻ്റെ രാവിലെ എണീക്കുന്നതല്ലായിരിക്കാം ചിലപ്പോൾ ഉച്ചയ്ക്കും വൈകിട്ടൊക്കെ ഉള്ള എൻ്റെ മൂഡ് ഉണ്ടാവുക. നമ്മുടെ മൂഡിനനുസരിച്ച് നമ്മളുടെ ക്യാമറയെ കൂടെ എടുത്തിട്ട് നമ്മുടെ മൂഡിനനുസരിച്ചിട്ടുള്ള വല്ല എന്താ പറയാ പാട്ട് കേൾക്കലോ അങ്ങനെയൊക്കെ എന്തെങ്കിലും നമ്മൾ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ സാധിക്കുമോ? ഇതിനെന്തെങ്കിലും നമ്മളെ ഒന്ന് ആ ഒരു രീതിയിലേക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഒരു കാര്യം. അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഞാൻ അത്ര ഉപയോഗിച്ചിട്ടില്ല, വളരെ ആക്ടിവിറ്റീസ് ഒന്നും ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല. നന്ദിത. Thank you, ma'am. Yes. First of all, thank you for listening to the session, and thank you for the feedback. അപ്പം ഞാൻ എനിക്ക് പറ്റുന്ന പോലെ ആൻസർ ചെയ്യാൻ നോക്കാം. ദ തിങ് അബൌട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കാര്യം പറഞ്ഞത്, ടെക്നിക്കലി നമ്മളൊരു ക്വസ്റ്റ്യൻ കൊടുക്കുമ്പോൾ അത് ഡയറക്റ്റ് ആയിട്ട് ബാക്കിയുള്ള യൂസേഴ്സിന് ആൻസർ ലൈക്ക് അത് കിട്ടാനായിട്ടുള്ള ഒരു ചാൻസ് ഇല്ല. വാട്ട് ഇറ്റ് ഡസ് ഇസ്, നമ്മൾ കൊടുക്കുന്ന ഡേറ്റയിൽ നിന്ന് അത് പഠിച്ച് അല്ലെങ്കിൽ അത് ലേൺ ചെയ്ത് അതിൽ നിന്നുള്ള കൺക്ലൂഷൻസ് മാത്രമേ ഇതിൽ ആക്ച്വലി സേവ് ആവുള്ളൂ. അറ്റ്ലീസ്റ്റ് ദാറ്റ്സ് വാട്ട് ദി LLMs ക്ലെയിം. അതായത് അതിൽ നിന്നുള്ള ആ ഒരു ഡയറക്റ്റ് ഇൻഫർമേഷൻ അവർക്ക് അവൈലബിൾ അല്ല എന്നുള്ളൊരു കാര്യമാണ് മോസ്റ്റ് മോഡൽസ് ക്ലെയിം. പക്ഷേ വൺ തിങ് ദാറ്റ് ഐ ഹാവ് ഒബ്സർവ്ഡ്, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മളൊരു സിമിലർ പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ ഏകദേശം സിമിലർ ഔട്ട്പുട്ട് ആയിരിക്കും എല്ലാവർക്കും കിട്ടുക. പക്ഷെ എന്നാലും ലൈക്ക് ദർ വുഡ് ബി സ്മോൾ ഡിഫറൻസസ്. ബട്ട് ലൈക്ക് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അത് വേറെ ആർക്കും അങ്ങനെ ലീക്ക് ചെയ്ത് പോകാനായിട്ടുള്ള ഒരു മെക്കാനിസം ഇസ് നോട്ട് ദെയർ. ദാറ്റ്സ് വാട്ട് ഐ അണ്ടർസ്റ്റുഡ്. യെസ്. പിന്നെ ഫോൾസ് ഇൻഫർമേഷൻ, അത് ഇപ്പം എന്റെ പേര് അടിച്ചു കൊടുക്കുമ്പോഴും അതും ഇതേപോലെ കുറെ കാര്യങ്ങൾ ഇമാജിൻ ചെയ്ത് കൊണ്ടുവരും. അത് ഹാലൂസിനേഷന്റെ ഓരോരോ പ്രശ്നങ്ങളാണ്. പക്ഷെ ഐ തിങ്ക് ഇപ്പൊ അത് കുറച്ചൊക്കെ മാറുന്നുണ്ട് വെബ് സെർച്ചിന്റെ ഫീച്ചറും ഒക്കെ വെച്ചിട്ട്. ആൻഡ് തേർഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇമേജ് നമ്മളുടെ മൂഡ് അനുസരിച്ചിട്ട് അത് ആക്ച്വലി നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമേ ഉള്ളൂ. നമ്മുടെ മൂഡ് അനുസരിച്ചിട്ട് ഇപ്പം ക്യാമറയിൽ വെച്ചിട്ട് നമ്മുടെ ഇത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ പ്രോജക്ട്സ് ആയിട്ടൊക്കെ ചെയ്യാറുണ്ട്. നമ്മുടെ ഫേഷ്യൽ റെക്കഗ്നിഷൻ വെച്ച് നമുക്ക് എന്താണ് നമ്മുടെ മൂഡ് എന്ന് വെച്ചിട്ട് അതിൽ ഇത്
പാട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്ലേ ചെയ്യാൻ പറ്റും. പക്ഷെ അത് ആക്ച്വലി നമ്മുടെ ഫോണിൽ ഒരു ഫീച്ചർ ആയിട്ട് വരുവാണെങ്കിൽ അത് കുറച്ചും കൂടെ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ നമുക്ക് ഇറ്റ് ഡിറ്റക്റ്റഡ് ദാറ്റ് നമ്മളൊരു ഡൗൺ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പൊ നമുക്ക് പ്രോബ്ലി നമ്മുടെ മൂഡ് ബെറ്റർ ആക്കാനായിട്ടുള്ള നമുക്ക് ചിലപ്പം അങ്ങനത്തെ വീഡിയോസ് ഒക്കെ സജഷൻസ് വരുന്ന പോലെ തന്നെ പാട്ട് ഓട്ടോമാറ്റിക്കലി പ്ലേ ചെയ്യുക. അല്ലെങ്കിൽ പ്രോബ്ലി നമ്മളെ ചിയർ അപ്പ് ചെയ്യാൻ വേണ്ടി ഇപ്പം സങ്കടം വന്നിരിക്കുമ്പം ചിലപ്പോൾ ഒരു ഐസ്ക്രീമിന്റെ ഇത് പോപ്പപ്പ് ചെയ്യുക, നമുക്ക് ഒരു ഐസ്ക്രീം ഓർഡർ ചെയ്ത് കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാം. അങ്ങനെയൊക്കെയുള്ള ഓരോരോ കാര്യങ്ങൾ നമ്മളെ ബെറ്റർ ആയിട്ട് തോന്നിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഏജന്റിക് AI അല്ലെങ്കിൽ AI ഏജൻസ് വെച്ച് ഇതൊക്കെ പോസിബിൾ ആണ്. ഇതിനുള്ള ടെക്നോളജി ആക്ച്വലി ഇപ്പൊ അവൈലബിൾ ആണ്. നമുക്ക് വേണമെങ്കിൽ ചെയ്തെടുക്കാം. ഇപ്പം നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ ഫോണിൽ അങ്ങനെ ഒരു ആപ്പ് ബിൽഡ് ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആക്ച്വലി ചെയ്യാവുന്നതേ ഉള്ളൂ. ബിക്കോസ് കോഡിംഗ് ഇസ് നോട്ട് എ വെരി ഡിഫിക്കൽട്ട് തിങ്. ചാറ്റ്ജിപിറ്റിയും ക്ലോഡും ഒക്കെ നമുക്ക് കുറെ കോഡ് ജനറേറ്റ് ചെയ്ത് തരും. ചിലപ്പം തെറ്റാണെങ്കിലും വർക്ക് ചെയ്യാനുള്ള നല്ലൊരു പ്രോബിലിറ്റി ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ വെച്ച് നമുക്ക് തന്നെ കുറെ കാര്യങ്ങളും ബിൽഡ് ചെയ്യാൻ പറ്റും. അതിനുള്ള ടെക്നോളജി ഇപ്പം എക്സിസ്റ്റിംഗ് ആണ്. ഐ തിങ്ക് ആരെങ്കിലും അത് ആക്ച്വലി ബിൽഡ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. Thank you, Nandita. ഡോക്ടർ ലാലി. Hello, good evening. Nandita, a brilliant talk. I'm so blessed to have heard this session of yours. Amazing. It is beyond my words, maybe because it's very, what to say, it is like as if our human brain has expanded so much to become almost godlike. Athare level എത്തുന്നുണ്ട്. It in every sphere. You said education, finance, medical, engineering, science, എല്ലാ രീതിയിലും it can help us in such a great way. Even in the future, as you mentioned, that ഇത് ഫ്രിഡ്ജില് പാലില്ലെങ്കിലും that is going to order for you. So amazing. What brilliance is going to come and live with us. പക്ഷെ what I was thinking, ഒരു downside of this is നമ്മളെ ബ്രെയിനിന്റെ യൂട്ടിലിറ്റി will be less and less, I feel. I don't know. Because നമുക്ക് തന്നെ എത്ര പാല് വേണം അതൊക്കെ കുറെ സെഞ്ചുറീസ് ഓർ ആഫ്റ്റർ ദ ബ്രെയിനിന്റെ ഒരു എവല്യൂഷൻ സ്റ്റേജസ് Stone Age evolved, or then humanity evolved, like the Industrial Revolution. ആ സമയത്ത് their brain was അങ്ങനത്തെ ഒരു capacity ആയിരുന്നു. ഇപ്പം the frontal lobe or the brain, certain areas of the brain are becoming so developed and certain areas of the brain are becoming less shrinking because of non-utility. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒത്തിരി ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്താല് or the use of technology നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ യൂസ് ചെയ്താല് നമ്മുടെ brain will start getting little dysfunctional actually. There is a saying that says, if you don't use your brain, you will lose it. Whether, our brain several centuries later, നമ്മുടെ areas of the brain will get more and more shrunken in I feel so. Number 2, ഈ modern lifestyle disorders is because നമ്മൾ എപ്പോഴും അങ്ങ് ഇരിക്കുക, ഒരു സ്ഥലത്ത് ഇരുന്ന് എക്സസൈസ് ഒക്കെ ഒത്തിരി കുറയും. So I find this technology, agreed, it's going to really, it's a huge mind-blowing thing that is happening, and evolution and evolving to a greater extent, but it will get us more tied down to our chairs. Less of exercise, empathy, socializing, loneliness ഒക്കെ കൂടാൻ ഒരു സാധ്യത ഉണ്ടോന്ന് I was just thinking. Because I can see the social structure evolving. പണ്ടൊക്കെ നമ്മൾ ഒരു joint family system, പിന്നെ നമ്മൾ എല്ലാവരും we wanted a nuclear family. അതിന്റെ side effects, there are more problems, suicide rates. I mean, not the downside of everything. There are advantages and disadvantages on both sides. So I was thinking a little whether the journey, as you mentioned, the joy in the journey of life കുറയുമോ എന്ന് എനിക്കൊരു സംശയം. That's what I feel. Because even on social networking, when you see, like America has got talent, ഞാൻ ഒരു കാര്യം കാണുമ്പോൾ earlier it was so enjoyable because it was true talent. Now if AI is coming into it, but then a girl who's singing becomes a peacock and then becomes a tiger. About ഒരു sort of ഒരു artificiality which is not so true. I mean, not so enjoyable. Number 3, എല്ലാ ഈ ചാറ്റ് ജിപിടിയുടെ ഒരു യൂസേജ് ഫോർ എവറിത്തിങ്, ഇൻക്ലൂഡിങ് അവർ അക്കഡമിക്സ്, ഫോർ
റിസർച്ച് പ്രോജക്ട്സ് എല്ലാം ഒരു ചാറ്റ് GPT യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്കൊരു ആ ബ്രെയിനിന്റെ ഒരു ക്വാളിറ്റി ആൻഡ് ക്രിയേറ്റിവിറ്റി we don't appreciate that, and it's sort of that's a downside, I think. But anyway, it's going to be a very what to say, a marvelous life ahead if you use it in the right thing. And one point I want to mention is, as you mentioned, the future is machine can do everything, but it cannot be creative, cannot be loving, cannot be, the humane values we have to maintain. So the thing is, be a human as long as you can. And thank you so much, Nandita. It was excellent. I'm really, so happy to have listened to you. താങ്ക് യു മാം. താങ്ക് യു. മാം പറഞ്ഞ പോയിന്റ്സ് ഒക്കെ വളരെ വാലിഡ് ആണ്. ആൻഡ് താങ്ക് യു ഫോർ ആഡിങ് ഓൺ ആക്ച്വലി. മാം ആദ്യം പറഞ്ഞ കാര്യം നമ്മുടെ ബ്രെയിനിന്റെ യൂസേജ് കുറയും എന്നുള്ളൊരു കാര്യം, ദാറ്റ് ഇസ് ട്രൂ ഇൻ സം സെൻസ്. പക്ഷേ വാട്ട് ഐ ഫീൽ ഇസ്, ഐ എം ഭയങ്കര പ്രോ AI കേട്ടോ, സോ ഐ വിൽ ഓൾവേസ് ടോക്ക് ഫ്രം ദ ആംഗിൾ. പക്ഷെ മൈ ഒപ്പീനിയൻ ഇസ് ദാറ്റ് നമ്മള് ചില കാര്യങ്ങള്, നമ്മുടെ റെപ്പറ്റേറ്റീവ് ടാസ്ക് ഒക്കെ AI കൊടുക്കുകയാണെങ്കിൽ, now our brain has more capacity to work on challenging tasks അല്ലെങ്കിൽ ക്രിയേറ്റീവ് ടാസ്ക്. ഇപ്പം നമ്മൾ പണ്ടൊരു ഇമെയിൽ എഴുതാൻ കുറെ സമയം എടുക്കുമായിരുന്നു, അല്ലെങ്കിൽ അതിന്റെ ഗ്രാമർ ചെക്ക് ചെയ്യാൻ പ്രോബ്ലി കുറെ ടൈം എടുക്കുമായിരുന്നു. പക്ഷെ ഇന്ന് ആ ഒരു ടൈം നമുക്ക് വി കുഡ് പ്രോബബ്ലി സേവ് ഇറ്റ് ആൻഡ് യൂസ് ഇറ്റ് ഫോർ ടാസ്ക് ദാറ്റ് നീഡ് ഒരു ഹ്യൂമൻ ക്രിയേറ്റിവിറ്റി ഓർ ഹ്യൂമൻ ഇന്നോവേഷൻ. അപ്പം ഐ തിങ്ക് പണ്ടും ലൈക് all throughout evolution we have done things to make our life easier. Wheel kandupidichu, fire kandupidichu, from there it started to industrial revolution and things like that. Appom I think നമ്മുടെ ബ്രെയിനിന്റെ പല പാർട്ടും would have been like അന്ന് ഒരു ഹണ്ടർ ഗ്യാദറിന്റെ ഒരു ബ്രെയിൻ അല്ല ഇന്ന് AI ജനറേഷനിൽ ഉള്ള നമ്മുടെ ബ്രെയിൻ. And I think this development in AI is going to definitely affect the way our brain works also. ചിലപ്പം ബ്രെയിനിന്റെ ചില റെപ്പിറ്റേറ്റീവ് ടാസ്കുകൾ ചെയ്യേണ്ട ഒരു ഭാഗം would become probably more inactive, and പകരം ക്രിയേറ്റീവ് സൈഡ്, the more humane side കുറച്ചും കൂടെ ലൈക്ക് ഇംപ്രൂവ് ചെയ്യണം. അല്ലെങ്കിൽ that's what I feel. Yeah, and then the ability to connect to people, lack of exercise, അതൊക്കെ actually very real problems ആണ്. I feel that like we all experienced it more during the lockdown time, I guess. കൊറോണയുടെ സമയത്തൊക്കെ ആണെങ്കിലും everybody became very glued to our phones. അപ്പം I think it is very important to have social connections. അപ്പം technology will advance in its way, but at the same time നമ്മുടെ humane qualities like empathy, compassion, loving, idokke venengil we actually need to interact with people. As I told, it cannot replace our friends, it cannot replace our family, it cannot replace a therapist. Appam ingenulla karyangalokke we need actual people in our life. Our social connection, that is very much important, and this is definitely a downside of technological innovations, I feel. And yeah, academics it is affecting a lot. If I confess very honestly, നമുക്ക് അസൈൻമെന്റ് ഒക്കെ എഴുതാനുള്ളപ്പോഴും I do use ChatGPT. അപ്പം one way I could defend about it is that ഒരു simple സാധനം probably I could write it, and then എനിക്കൊരു project build ചെയ്യേണ്ടപ്പോൾ I could build on top of that knowledge that I gained from ChatGPT. പക്ഷെ how many people are actually doing it, that is something to think about. അപ്പം I think that is mostly because നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇപ്പോഴും ആ ഒരു ലെവല് വരെ നമ്മുടെ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. I think to the level of applying a formula or applying certain theorems, അത്രേ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. അല്ലാതെ it doesn't expect us to innovate. And I think അവിടെ ആ ഒരു ചേഞ്ച് വരണം, ബിക്കോസ് എന്നാലേ ആക്ച്വൽ ലേണിംഗ് ഇനി നടക്കുള്ളൂ. ബിക്കോസ് AI ഉള്ളപ്പം to asking people to not use AI is just not possible. കാരണം അങ്ങനെ ഒരു സാധനം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, people will use that for better efficiency. അപ്പം there need to be changes. കുറെ ബേസിക് കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. അതിന് we cannot rely on ChatGPT. I totally agree with that. ഇപ്പം കോഡിംഗിൽ പ്രോഗ്രാമിംഗിൽ there is this thing called vibe coding. ജസ്റ്റ് നമ്മൾ ChatGPT കോഡ് ചെയ്ത് എടുക്കണം. പക്ഷെ there is a limit. ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കായിരിക്കും, ഒരു ആപ്പ് ഉണ്ടാക്കായിരിക്കും, എന്നാലും ബിൽഡിംഗ് എ ഹോൾ പ്രോജക്ട് ലൈക്ക് ദാറ്റ് നമുക്കൊരു ഐഡിയ കാണില്ല ഇത് എവിടെയാണ് തെറ്റുപറ്റി എന്നുള്ള ഒരു കാര്യം. സോ വി നീഡ് ദാറ്റ് ബേസിക് ഫൗണ്ടേഷൻ വിത്ത് എവറിഥിങ്. എല്ലാ കാര്യങ്ങളിലും നമുക്കൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ്
from human teachers, from people who have learned, or from textbooks. Like ഒരു foundation നമുക്ക് വേണം, എന്നാലേ we can actually learn stuff. So academics it is affecting. Part of the fault is us, part of the fault is the system. അപ്പം we need to find, we need to work a way around this. All the problems are very real. Yes. Thank you for that. താങ്ക് യു. ഇനി ഡോക്ടർ മഞ്ജു ആഡ് ചെയ്യുന്നുണ്ട്. Okay. First of all, congratulations, Nandita. എനിക്ക് you, ma'am. ശരിക്കും ധന്യ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. ദേവരാജ് സാറിന്റെയും മോള്. നമ്മുടെ വീട്ടിലെ ഒരു കുട്ടി ഇത്രയും ഭംഗിയായിട്ട് പറയുന്നതില് അത് വിഷനോട് കൂടിയാണ്, വെറുതെ ഒരു ക്ലാസ് അല്ല. ഒരു സ്ട്രോങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ഗ്രേറ്റ് വിഷൻ യു ഹാവ് റിഗാർഡിങ് ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം. അത് ശരിയാണ്, വെറുതെ ബൈ ഹാർട്ട് പഠിക്കുന്നതിലല്ല. അതിന്റെ അപ്ലിക്കേഷൻ മനസ്സിലാക്കാതെ നമ്മൾ പഠിച്ചിട്ടോ മാർക്ക് കിട്ടുമായിരിക്കും, അതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനെ ഒരു വിഷൻ, അത് ചേഞ്ച് ചെയ്യണം എന്നൊക്കെയുള്ള ഒരു ഐഡിയാസും ഒക്കെ വളരെ നല്ല ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ എഐനെ കുറിച്ചൊന്നും ഒരുപാടൊന്നും നമുക്കറിയാം. ഞാൻ വായും പൊളിച്ചെല്ലാം കേട്ടുകൊണ്ടിരുന്നേ ഉള്ളൂ. വളരെ നന്നായിട്ട് പറഞ്ഞു. പിന്നെ ഞാൻ ഈ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഞാനൊരു ഇതിൻ്റെ ഇടയിൽ കേട്ടതാണ്. ഒരു ടീച്ചർ, ടീച്ചർ സ്കൂളിലൊക്കെ ടീച്ചർമാര് നല്ല സുന്ദരികളെ വന്ന് ക്ലാസ് ഒക്കെ എടുക്കുന്നു. അപ്പൊ ഒരു ടീച്ചർ പറഞ്ഞ്, അപ്പൊ ഈ പിള്ളേരൊക്കെ ആദ്യം വളരെ എക്സൈറ്റഡ് ആണല്ലോ ഇത് കാണുമ്പോഴേ. അപ്പൊ ടീച്ചർ പറഞ്ഞ്, എടാ നീ ഒന്ന് താഴെ വീണാല് നിന്നെ ഒന്ന് ചേർത്ത് പിടിക്കാൻ, ഒന്ന് സാന്ത്വനിപ്പിക്കാൻ ഈ ടീച്ചറിന് പറ്റുമോ എന്ന് ചോദിച്ച് കുട്ടികളെ ഇങ്ങനെ കണ്ണ് തുറപ്പിച്ചു എന്ന് പറഞ്ഞ. അപ്പൊ അതാണ് ലാലി മാഡം, അല്ല, യു ഓൾസോ മെൻഷൻ ദാറ്റ് ആ ഒരു ഹ്യൂമാനിറ്റി, അല്ലെങ്കിൽ ആ ഒരു കമ്പാഷൻ, എമ്പതി, അങ്ങനെയൊക്കെയുള്ള സംഭവം ഇതിനില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ. പക്ഷെ നമ്മുടെ ലൈഫ് വളരെ ഈസി ആക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ റെവല്യൂഷനാണ് ശരിക്കും, അല്ലേ? ഇപ്പൊ ഇൻഡസ്ട്രി 4.0 വന്ന് നിൽക്കുമ്പോൾ മെഷീൻ ലേണിങ്ങും റോബോട്ടിക്സും ഇതൊക്കെയാണ് ഇപ്പോൾ, ഡാറ്റാ സയൻസും ഒക്കെ നമുക്ക് കൈയടക്കി ഈ ലൈഫ് തന്നെ ഒത്തിരി മാറ്റം വരുത്തും. ഇനി ഒരുപക്ഷെ കുറെ കഴിയുമ്പോൾ ജോബൊന്നും ഇല്ലാതെ ആകുമെന്നും നമുക്ക് അറിഞ്ഞൂടാ. ജോബിന് പകരം വേറെ ഇതുപോലെ മോള് മെൻഷൻ ചെയ്ത പോലെയുള്ള കാര്യങ്ങളൊക്കെ ആയേക്കാം. അതൊന്നും നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഈ സിസ്റ്റവും എല്ലാം മാറേണ്ടിയിരിക്കുന്നു എന്നാണ് ഇതിന്റെ ഒരു കൺക്ലൂഷനായിട്ട് എനിക്ക് തോന്നിയത്. താങ്ക് യു സോ മച്ച്. റിയലി പ്രൗഡ് ഓഫ് യു. Thank you, Manju, ma'am. Thank you so much. ധന്യെ ഞാൻ കണ്ടിട്ടുണ്ട്. ധന്യെ ഞാനൊക്കെ കുറേ നേരം ഇങ്ങനെ വർത്താനം പറയും കേട്ടോ. ബോത്ത് ഓഫ് us അറിയാം. കണക്റ്റഡ്. ആൻഡ് ഇതേപോലെയൊക്കെ ഞാൻ പറഞ്ഞു തരും. എന്താണെങ്കിലും ചോദിക്കും മാഡം, ഡിഫറെൻറ്റ് വേർഡ്സ് ഉപയോഗിക്കും. അത് ദാറ്റ് ഇസ് മോർ എ കൈൻഡ് ഓഫ് ഒരു വൈബാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ദേവരാജ് സാറിനെ ഇതുവരെ കണ്ടിട്ടില്ല, ഞാൻ വരുന്നുണ്ട് എന്തായാലും. അപ്പം ശരിക്കും ഞാൻ ധന്യക്കിട്ട ലോട്ടാണ് നന്ദിത കയറി പിടിച്ചത്. ഇറ്റ് വാസ് അമേസിങ് മോളെ, സൂപ്പർബായിരുന്നു. എനിക്ക് കുറച്ചൊക്കെ കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്. ടെക്നോളജി ഞാനുമായിട്ട് കുറച്ചൊരു ചെറിയ അകലത്തിലാണെങ്കിൽ പോലും ഇതൊക്കെ വളരെയധികം സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞു തന്നത് കുറച്ചൊരു ആശാവഹമാകുന്നുണ്ട്. ഇനിയുള്ള കാലത്തിൽ ഇതൊക്കെ കുറച്ചെങ്കിലും പഠിച്ചിരിക്കണത് നല്ലതാണെന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത്. വെയർ ടു യൂസ് ഇറ്റ്, ഹൗ ടു യൂസ് ഇറ്റ്, വെൻ ടു യൂസ് ഇറ്റ്, അത് വളരെ വളരെ പ്രധാനമാണ്. നമ്മുടെ ഒരു ഹ്യൂമൻ ടച്ചിൻ്റെ അയൽപക്കത്ത് കൂടെ പോലും എഐക്ക് പോകാൻ സാധിക്കുന്നില്ല. എന്നിരുന്നാൽ കൂടി അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇഫ് ദർ ഇസ് ആൻ അഡ്വാൻറ്റേജ്, ഡെഫിനറ്റ്ലി ദർ വിൽ ബി എ ഡിസഡ്വാൻറ്റേജ് ടു. അപ്പം ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് നല്ലൊരു സദ്യ ഉണ്ട് പുറത്തിറങ്ങുന്ന ഒരു പ്രതീതി. താങ്ക് യു സോ മച്ച് ഫോർ ദ വണ്ടർഫുൾ സെഷൻ. ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട് ഐ ഷവർ യു ലോട്ട് ഓഫ് ബ്ലെസ്സിങ്സ് ആൻഡ് ഡീപ് ഗ്രാറ്റിറ്റ്യൂഡ്. Thank you so much, ma'am. നമുക്ക് എൻഡ് ചെയ്താലോ നമ്മള്? യെസ്. നമുക്ക് ഗുഡ് നൈറ്റ്. Thank you, everyone. റെക്കോർഡിംഗ് കിട്ടുമോ മാം? റെക്കോർഡിംഗ് അത് ഞാൻ ഗ്രൂപ്പിലിടും. ഓക്കെ, അപ്പൊ എടുത്തിട്ട് ഗ്രൂപ്പിലിടാവേ. അപ്പൊ താങ്ക് യു. ബൈ ബൈ ബൈ. Bye, everyone. Thank you. താങ്ക് യു. ഗുഡ് നൈറ്റ്.